നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിഥിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃശീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ഏകാദശി സ്കന്ധത്തിലെ 3-ാം അധ്യായം അവസാന ഭാഗമാണ് കർമ്മയോഗം. അതിൽ താന്ത്രികം കർമ്മയോഗം. ആ ഭാഗം വായിക്കാം. മൂന്നാം അധ്യായത്തിലെ 41-ാം ശ്ലോകം മുതൽ. ഓം. അഥ ശ്രീമദ്ഭാഗവതേ ഏകാദശസ്കന്ധേ തൃതീയോऽധ്യായഃ. രാജോവാച കർമ്മയോഗം വദതനഃ പുരുഷോ യേന സംസ്കൃതഃ വിധൂയേഹാശു കർമാണി നൈഷ്കർമ്മ്യം വിന്ദതേ പരം. ഏവം പ്രശ്നം ഋഷീൻ പൂർവമപൃച്ഛം പിതുരന്തികേ നാബ്രുവൻ ബ്രഹ്മണഃ പുത്രാഃ തത്ര കാരണമുച്യതാം. ആവിർഹോത്ര ഉവാച കർമ്മ വികർമ്മേതി വേദവാദോ ന ലൗകികഃ വേദസ്യ ചേശ്വരാത്മത്വാത് തത്ര മുഹ്യന്തി സൂരയഃ. പരോക്ഷവാദോ വേദോയം ബാലാനാമനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തെ ഹഗതം യഥാ നാചരേദ്യസ്തു വേദോക്തം സ്വയമജ്ഞോജിതേന്ദ്രിയഃ വികർമ്മണാ ഹ്യധർമ്മേണ മൃത്യോർമൃത്യുമുപൈതി സഃ. വേദോക്തമേവ കുർവാണോ നിസ്സംഗോർപ്പിതമീശ്വരേ നൈഷ്കർമ്മ്യാം ലഭതേ സിദ്ധിം രോചനാർത്ഥാ ഫലശ്രുതിഃ. യ ആശു ഹൃദയഗ്രന്ഥിം നിർജിഹീർഷുഃ പരാത്മനഃ വിധിനോപചരേദ്ദേവം തന്ത്രോക്തേന ച കേശവം. ലബ്ധാനുഗ്രഹ ആചാര്യാത്തേന സന്ദർശിതാഗമഃ മഹാപുരുഷമഭ്യർച്ചേത് മൂർത്യാഭിമതയാത്മനഃ. ശുചിഃ സമ്മുഖമാസീനഃ പ്രാണസംയമനാദിഭിഃ പിണ്ഡം വിശോധ്യ സന്ന്യാസകൃതരക്ഷോർച്ചയേത് ഹരിം. അർച്ചാദൗ ഹൃദയേ ചാപീയതാ ലബ്ധോപചാരകൈഃ ദ്രവ്യക്ഷിത്യാത്മലിംഗാനി നിഷ്പാദ്യ പ്രോക്ഷ്യ ചാസനം. പാദ്യാദീനുപകൽപ്യാദ സന്നിധാപ്യ സമാഹിതഃ ഹൃദാദിഭിഃ കൃതന്യാസോ മൂലമന്ത്രേണ ചർച്ചയേത്. സാംഗോപാംഗാം സപാർഷദാം താം താം മൂർത്തിം സ്വമന്ത്രതഃ പാദ്യാർഘ്യാചമനീയാദ്യൈഃ സ്നാനവാസോ വിഭൂഷണൈഃ. ഗന്ധമാല്യാക്ഷതസ്രഗ്ഭിഃ ധൂപദീപോപഹാരകൈഃ സാംഗം സംപൂജ്യ വിധിവത് സ്തവൈഃ സ്തുത്വാ നമേത് ഹരിം. ആത്മാനം തന്മയം ധ്യായൻ മൂർത്തിം സംപൂജയേത് ഹരേഃ. ശേഷ ആദായ ശിരസി സ്വധാമ്യുദ്വാസ്യ സത്കൃതം. ഏവമഗ്ന്യർക്യതോ യാദൗ
ഏവമഗ്ന്യർക്കതോ യാദൗ അധിധൗ ഹൃദയേ ച യഃ യജതീശ്വരമാത്മാനം അചിരാത് മുച്യതേ സഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ തൃതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. നിമി നവയോഗി സംവാദത്തിൽ ആറാമത്തെ യോഗിയായ ആവിർഹോത്രൻ നിമി ചക്രവർത്തിയുടെ കർമ്മയോഗം പറഞ്ഞു തരൂ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടു തരം കർമ്മയോഗങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. വൈദികം, താന്ത്രികം. വൈദികം എന്നുള്ള സമ്പ്രദായം അതിപ്രാചീനമായിട്ടുള്ള വേദോക്തമായ കർമ്മങ്ങളെ ചെയ്യുന്നതാണ് വൈദികം കർമ്മയോഗം. അപ്പോൾ അതിൽ കർമ്മ, അകർമ്മ, വികർമ്മങ്ങളായി തിരിച്ചതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആ കർമ്മങ്ങളെ തന്നെ വിവിധങ്ങളായി തിരിച്ചിട്ടുണ്ട്. നിത്യം, നൈമിത്തികം, കാമ്യം. ഇങ്ങനെയാണ് കർമ്മങ്ങളെ മൂന്നായി തിരിച്ചിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് വികർമ്മ എന്നിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നിഷിദ്ധം, പ്രതിഷിദ്ധം എന്നിങ്ങനെ കർമ്മങ്ങൾ ഇന്നത് ചെയ്യരുത്, ഇന്നവർ ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞ് പലരെയും പല കർമ്മങ്ങളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ വർണ്ണാശ്രമ ധർമ്മം ആണ് വിധിച്ചിട്ടുള്ളത്. അതാണ് കർമ്മം. അത് ചെയ്യാതിരിക്കൽ അകർമ്മം, വിപരീത കർമ്മങ്ങൾ ചെയ്യലാണ്, അധർമ്മങ്ങൾ ചെയ്യലാണ് വികർമ്മം. അപ്പോൾ ആരാണോ വേദോക്തമായ കർമ്മങ്ങൾ ചെയ്യാതെ അജിതേന്ദ്രിയനായി, അജ്ഞനായി വികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, അവൻ ചെയ്യുന്ന അധർമ്മങ്ങളെ കൊണ്ട് അവൻ വീണ്ടും വീണ്ടും സംസാരത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും വിവിധ മർത്യയോനികളിൽ എന്ന് വെച്ചാൽ എല്ലാ മരിക്കുന്ന ജന്തുക്കളുടെയും യോനികളിൽ ജനിച്ച് മൃത്യോർ മൃത്യുമുപൈതി സഹ. ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ഏതെല്ലാം തരത്തിലുള്ള യോനികളുണ്ടോ, ജീവജാലങ്ങളുണ്ടോ, അതിൽ ഏതിന് പാകത്തിലുള്ള കർമ്മങ്ങളാണ് അവൻ്റെ കയ്യിലുള്ളത് വെച്ചാൽ അത് അനുഭവിക്കാനായിക്കൊണ്ട് അതാത് യോനികളിൽ ചെന്ന് പിറക്കുന്നു, അതാത് നരക ദുഃഖങ്ങളെ അനുഭവിക്കുന്നു. എന്നാൽ നിസ്സംഗനായി ഈശ്വരാർപ്പിതമായി വേദോക്തമായ കർമ്മങ്ങൾ ആരാണോ ചെയ്യുന്നത് അവൻ ആ നൈഷ്കർമ്മ്യം എന്നുള്ള സിദ്ധിയെ പ്രാപിക്കുന്നു. കർമ്മരഹിതമായ ഒരവസ്ഥയെ അവൻ പ്രാപിക്കുന്നു, ചിത്തശുദ്ധിയെ പ്രാപിക്കുന്നു. പോരാത്തതിന് നൈഷ്കർമ്മ്യം എന്നുള്ളതായിട്ടുള്ള പരമാത്മാവിനെ പ്രാപിക്കുന്നു. ബാക്കി വേദങ്ങളിൽ ഫലശ്രുതിയെല്ലാം പറഞ്ഞിരിക്കുന്നത് അകർമ്മത്തിൽ നിന്ന് കർമ്മത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. രോചനാർത്ഥ ഫലശ്രുതി.
സൽക്കർമ്മങ്ങളിൽ രുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫലശ്രുതികൾ പറഞ്ഞിരിക്കുന്നു. അല്ലാതെ അതൊന്നും പാരമാർത്ഥിക ആയിട്ടുള്ള ഉപദേശങ്ങളല്ല. എല്ലാവർക്കും ആവശ്യമുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള കർമ്മങ്ങളെ സംബന്ധിച്ചല്ല അതൊന്നും പറഞ്ഞിരിക്കുന്നത്. ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രലോഭിപ്പിക്കുന്ന കർമ്മങ്ങളാണ് അവയെല്ലാം. അതെല്ലാവർക്കും ആവശ്യം ഇല്ല. ജന്മനാ തന്നെ വാസനകൾ കുറഞ്ഞിരിക്കുന്ന, അന്തർമുഖരായിരിക്കുന്ന, വിഷയ ലംബടന്മാരല്ലാത്ത വിരക്തന്മാരായിരിക്കുന്ന, സത്യാന്വേഷികളായിരിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ സകാമ കർമ്മങ്ങളൊന്നും ആവശ്യമില്ല. അവർ പ്രാരംഭം മുതൽക്ക് തന്നെ സാധനകളാണ് അനുഷ്ഠിക്കുന്നത്. ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള നിത്യനൈമിത്തിക കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അവർ ചിത്തശുദ്ധി പൂർണ്ണമാക്കിയിട്ട് ഗുരുക്കന്മാരിൽ നിന്ന് ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം നേടി ആത്മതത്വത്തെ സാക്ഷാത്കരിക്കുന്നു. അപ്പോൾ വേദത്തിൽ പറഞ്ഞിട്ടുള്ള 96% കർമ്മങ്ങളും പലതും ബഹുഭൂരിപക്ഷവും സകാമ കർമ്മങ്ങളാണ്. ആവശ്യക്കാർക്ക് മാത്രം സ്വീകരിക്കാവുന്നതാണ്. ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്, അവിടെ പല സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മളെ ആകർഷിക്കുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം, അവരുടെ ഉദ്ദേശ്യം. എന്തെങ്കിലും ഒരു നിസ്സാരമായിട്ടുള്ള സാധനം വാങ്ങിക്കാൻ പോയ ആള് തിരിച്ചു പോരുമ്പോൾ വാഹനങ്ങൾ നിറച്ച് പരമാവധി വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് നമ്മൾ കാണുക. ഒരു ഉപ്പോ കടുകോ മുളകോ എന്തെങ്കിലും അത്യാവശ്യത്തിന് വാങ്ങിക്കാൻ പോയതാ. പക്ഷെ അവരുടെ ആ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് ഓരോന്നും എടുത്തെടുത്ത് നോക്കിയപ്പോൾ കൊള്ളാലോ 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 എന്ന് തോന്നി. എല്ലാം ട്രോളിയിൽ നിറച്ചു. അങ്ങനെ പോരുന്നു. വാസ്തവത്തിൽ ഒരു വിവേകമുള്ളതായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യും? തനിക്ക് എന്താണ് വേണ്ടത്, അത് എവിടെയാണുള്ളത് എന്ന് അന്വേഷിച്ച് ചെന്ന് താൻ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് ഏതാണ് അത് മാത്രം എടുത്ത് വേഗം സ്ഥലം കാലിയാക്കുന്നു. അയാൾക്ക് ട്രോളിയുടെ ആവശ്യമൊന്നുമില്ല. ഒറ്റ സാധനം അല്ലെങ്കിൽ 2 സാധനം അല്ലെങ്കിൽ അത്യാവശ്യം എന്താണോ വേണ്ടത് അത് മാത്രം തിരഞ്ഞെടുത്ത് സ്ഥലം വിടുന്നു. മറ്റുള്ളതിലൊന്നും മോഹിക്കുന്നില്ല. അപ്പം അതുപോലെ ആവണം, വിവേകമുള്ളവരാകണം ജീവിതത്തിൽ നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്ന് നല്ല നിശ്ചയം ഉണ്ടാകണം. അപ്പോഴേ നമ്മുടെ കർമ്മങ്ങളെ ചുരുക്കാൻ പറ്റുള്ളൂ, വിഷയവാസനകളെ കുറയ്ക്കാൻ പറ്റുള്ളൂ, അന്ധക്കരണ ശുദ്ധിയുണ്ടായി ആത്മതത്വ സാക്ഷാത്കാരത്തിന് നമുക്ക് തടസ്സമില്ലാതിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ വൈദികം കർമ്മയോഗത്തെ പറഞ്ഞതിന് ശേഷം തന്ത്രോക്തേന വിധിന കേശവം ദേവം ഉപചരേത്. തന്ത്രോക്തമായ വിധിപ്രകാരം കേശവനെന്ന ദേവനെ ഉപചരിക്കേണ്ടതാണ്. ആര്? പരാത്മനഃ ഹൃദയഗ്രന്ഥി ആശു നിർജിഹീർഷു. സ്വയം പരമാത്മാവായിരിക്കുന്നവനാണ്. അപ്പോൾ തൻ്റെ തന്നെ പരമാത്മാവായ തൻ്റെ ഈ ഹൃദയഗ്രന്ഥികളെ, കെട്ടുകളെ പൊട്ടിച്ചു കളയാനായിക്കൊണ്ട്, നശിപ്പിക്കുവാനായിക്കൊണ്ട് ആര് ആഗ്രഹിക്കുന്നുവോ അവര് കേശവനെ വിധിപ്രകാരം പൂജ ചെയ്യണം. തന്ത്രോക്തേന വിധിന, വൈഷ്ണവ തന്ത്രങ്ങളാകുന്ന നാരദ പഞ്ചരാത്രം മുതലായ ഉപദേശങ്ങൾ അനുസരിച്ച് കേശവനെ പൂജിക്കണം. അപ്പോൾ അത് എങ്ങനെ പൂജിക്കണം? അവനവൻ്റെ ഇഷ്ടത്തിന് പൂജിക്കുകയല്ല, സ്വയം പുസ്തകം നോക്കി പൂജിക്കുകയും അല്ല. ലബ്ധാനുഗ്രഹ ആചാര്യ തേന സന്ദർശിതാഗമഃ മഹാപുരുഷം അഭ്യർച്ചേത് മൂർത്തിയ അഭിമതയാ ആത്മനഃ.
ആചാര്യാത് ലബ്ധാനുഗ്രഹ, ആചാര്യനിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചവനായിട്ട്, തേന സന്ദർശിത ആഗമഃ, ആ ആചാര്യനാൽ നന്നായി ദർശിപ്പിക്കപ്പെട്ട ശാസ്ത്രങ്ങളോട് കൂടിയവനായിട്ട്, ശാസ്ത്രങ്ങൾ അറിഞ്ഞവനായിട്ട്. ഇന്നലെ അത് പറഞ്ഞു, എങ്ങനെയാണ് ശാസ്ത്രങ്ങളെ ശ്രവണം ചെയ്താൽ മാത്രം പോരാ. ഈ വിഷയത്തിൽ, പൂജ എന്നുള്ളതായിട്ടുള്ള വിഷയത്തിൽ ശ്രവണം മാത്രം പോരാ, പിന്നെയോ അഭ്യാസം വേണം, പരിചയം വേണം. അതിനെന്ത് വേണം? ആചാര്യൻ്റെ കൂടെ പരികർമ്മിയായി കുറേ കാലം അദ്ദേഹം ചെയ്യുന്നതെല്ലാം ക്രമത്തിൽ മനസ്സിലാക്കണം, അദ്ദേഹം ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം മനസ്സിലാക്കണം, പൂജയുടെ തത്വങ്ങളൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം ആ പൂജ ആരംഭിക്കാൻ. അല്ലാതെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഏതെങ്കിലും ഗ്രന്ഥം വായിച്ചിട്ടോ അല്ല പൂജ അഭ്യസിക്കേണ്ടത്. ഒരുപാട് സങ്കീർണമായിട്ടുള്ളതാണ് പല പൂജ സമ്പ്രദായങ്ങളും. അപ്പോൾ അതിൻ്റെയൊക്കെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നത് വളരെ ഉത്തമം. അതുപോലെ ചൊല്ലുന്ന മന്ത്രങ്ങളുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലുന്നത് അത്യുത്തമം. അപ്പോൾ ആരെ പൂജിക്കണം? മഹാപുരുഷം അഭ്യർച്ചേത്, മഹാപുരുഷനെ നേരിട്ട് താൻ തന്നെ അർച്ചിക്കണം. എങ്ങനെ? മൂർത്തിയ അഭിമതയാ ആത്മനഃ, ആത്മനഃ അഭിമതയാ മൂർത്തിയ, തനിക്ക് നല്ലതുപോലെ താല്പര്യമുള്ളതായിട്ടുള്ള തൻ്റെ ഇഷ്ടദേവതയുടെ മൂർത്തിയിൽ, ആ മൂർത്തിയിൽ മഹാപുരുഷനെ ദർശിക്കണം, മഹാപുരുഷനെ അർച്ചിക്കണം. താൻ ആരാധിക്കുന്നത് മഹാപുരുഷനെയാണ് എന്നുള്ള ബോധത്തോടുകൂടി ഉപാസിക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വിധികളാണ് പിന്നീട് പറഞ്ഞു തുടങ്ങിയത്. ശുചിഹി സമ്മുഖമാസീനഃ പ്രാണസംയമനാദിഭിഃ പിണ്ഡം വിശോധ്യ സന്യാസകൃതരക്ഷോ അർച്ചയേത് ഹരിം. ശുചിഹി, ശുദ്ധിയുള്ളവനായിട്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സ്വന്തം ശരീരശുദ്ധി, വസ്ത്രശുദ്ധി, ഉപകരണങ്ങളുടെ ശുദ്ധി, സ്ഥലശുദ്ധി, അതൊക്കെ പിന്നീടും പറയുന്നുണ്ട്. ദ്രവ്യ ക്ഷിതി ആത്മലിംഗാനി എന്ന് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദ്രവ്യ ക്ഷിതി ആത്മലിംഗാനി. അപ്പോൾ എന്തിനേക്കാണ് ശുദ്ധമാക്കേണ്ടത്? ദ്രവ്യങ്ങൾ, പൂജാദ്രവ്യങ്ങൾ, ക്ഷിതി ഭൂമി, ആത്മ അവനവനെ, ലിംഗം പൂജാവിഗ്രഹം, ആലംബനമായിരിക്കുന്ന പൂജാമൂർത്തി. അപ്പോൾ അങ്ങനെ മൂർത്തിയെയും തന്നെയും തൻ്റെ ദേഹത്തെയും ക്ഷിതിയെ അഥവാ പൂജാസ്ഥലത്തെ, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെ എല്ലാം ശുദ്ധീകരിക്കണമെന്ന് ഇന്നലെ നമ്മൾ അവസാനം കണ്ട ഭാഗം അതാണ്. അപ്പോൾ സമ്മുഖമാസീനഃ എന്ന് പറഞ്ഞു, നമ്മുടെ മൂർത്തിയുടെ അഭിമുഖമായിരുന്നു കൊണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ സാങ്കത്യം എന്താണെന്നൊക്കെ ഇന്നലെ സൂചിപ്പിച്ചു. നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നമ്മൾ ഉപാസനയായി പൂജിക്കുന്നു. വേറെ ഒരാൾക്കും വേണ്ടിയല്ല, ആരും കാണാനുമില്ല, ആരെയും കാണിക്കാനുമല്ല. അങ്ങനെയുള്ള പൂജ നേരിട്ടിരുന്നു കൊണ്ട് ചെയ്യുന്നു. സമ്മുഖം ആസീനഃ. ബാക്കിയൊക്കെ മറ്റുള്ള ആളുകൾക്കും കൂടി പങ്കാളിത്തമുള്ള പൂജകളിലാണ്. കാഴ്ചക്കാരായിട്ട് ഭക്തന്മാരായിട്ടുള്ള ആളുകളെ ചുറ്റും നിൽക്കുമ്പോഴാണ് അവർക്കും കൂടി പൂജ ദർശിക്കാനായി കൊണ്ട് പാകത്തിന് നമ്മൾ ഇരിക്കുന്നത്. അതല്ലെങ്കിൽ സമ്മുഖം ആസീനഃ, ഈശ്വരാഭിമുഖമായി തന്നെ ഇരിക്കേണ്ടതാണ്. അതാണ് ഉത്തമം ഏകാഗ്രതയ്ക്ക്. അപ്പോൾ താനും ഈശ്വരനും മാത്രമേ ഉള്ളൂ. ഇടത്തോ വലത്തോ നോക്കുന്നില്ല, ആരെയും കാണുന്നുമില്ല. മറ്റത് ക്ഷേത്രത്തിലൊക്കെ ഇരിക്കുന്ന പൂജകൻ ഒരു വശത്തേക്ക് തിരിഞ്ഞിട്ടായിരിക്കണം, ഒരു ഭാഗത്ത് മൂർത്തി. അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കണം. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാത്തു നിൽക്കും പ്രസാദത്തിന് വേണ്ടി, അല്ലെങ്കിൽ അർച്ചന ചീട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അർച്ചന ചീട്ട് നടയിൽ വെച്ചാൽ ഉടനെ അദ്ദേഹം അതെടുത്ത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ പേരും പറഞ്ഞ് മന്ത്രവും ചൊല്ലി
ഒരു കുറച്ച് പൂവും ചന്ദനവും ഒക്കെ നമുക്ക് തന്നു കഴിയുമ്പോൾ നമുക്ക് സന്തോഷമായി. അപ്പം നോക്കിക്കൊണ്ടിരിക്കണം. അദ്ദേഹത്തിൻ്റെ മുഖ്യ പൂജ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ വേണം ചെയ്യാനായിക്കൊണ്ട്. ആ അനുഷ്ഠാനമായിട്ടുള്ള നിത്യവും ചെയ്യേണ്ടതായിട്ടുള്ള ആരാധനയുണ്ടല്ലോ, ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും പാടില്ല. ആ പൂജയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. വന്ന് നിൽക്കുന്നവരൊക്കെ അവിടെ നിൽക്കട്ടെ. ആരാണെങ്കിലും, എത്ര വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും, നിത്യവും വരുന്നവരാണെങ്കിലും, കോടീശ്വരനാണെങ്കിലും, മറ്റേതെങ്കിലും സന്യാസി ശ്രേഷ്ഠന്മാരാണെങ്കിലും, ഏതെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഒക്കെ അവിടെ നിൽക്കട്ടെ. തൻ്റെ പൂജാസമയത്ത് താൻ മുഖ്യമായിട്ട് പൂജ ചെയ്യുന്ന ആ ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തു വന്നത് ആര് എന്ന് നോക്കേണ്ട കാര്യമില്ല. താൻ ഈശ്വരനെയാണ് പൂജിക്കുന്നത്. അപ്പോൾ ആ ഈശ്വരനും താനും മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാവത്തിൽ വേണം പൂജിക്കാൻ. ബാക്കി അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് വന്നിരിക്കുന്നത് ആരാണ്, അവർക്ക് എന്താ വേണ്ടത്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അവർക്ക് പ്രസാദം കൊടുക്കണോ, അവർ തന്ന ദക്ഷിണ വാങ്ങിക്കണോ, ഇതൊക്കെ ചിന്തിക്കേണ്ടത് അവനവൻ്റെ മുഖ്യ കർത്തവ്യം കഴിഞ്ഞ ശേഷം. ഉപാസനയിൽ താനും ഭഗവാനും മാത്രമായിരിക്കുന്ന പൂജകളിൽ, വീടുകളിൽ ചെയ്യുന്ന പൂജകളിൽ ഇതൊന്നും ബാധകമേ അല്ല. ആര് പുറകിലുണ്ട് എന്ന് നോക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും പുറകിൽ വന്ന് നിന്നാൽ അത് അവരുടെ താല്പര്യം. നിങ്ങൾ പൂജിക്കാൻ തുടങ്ങുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പാട്ടിൽ പൂജ തുടങ്ങി. ആരെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നോട്ടെ. നിങ്ങൾ നിങ്ങളുടെ നാമജപങ്ങളും അർച്ചനകളും പൂജകളും ഉപചാരങ്ങളും ഒക്കെ തുടർന്നു കൊണ്ടേയിരിക്കുക. നെവർ മൈൻഡ്. ഭഗവാനും നിങ്ങളും മാത്രം. അതാണ് സമ്മുഖമാസീന പ്രാണസംയമനാദിഭി. പ്രാണായാമം മുതലായത് കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിച്ച് പിന്നീട് പിണ്ഡം വിശോധ്യ, ആത്മദേഹത്തെ ശുദ്ധീകരിച്ചിട്ട് ആത്മപൂജ എന്ന് പറയുന്നതായിട്ടുള്ള അവനവനെ പൂജിക്കുക. കലശാദികളിൽ പൂജ കഴിഞ്ഞ് തീർത്ഥമെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ, ശംഖപൂജയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ആത്മപൂജയാണ്. ശംഖപൂജ, കലശപൂജ, ആത്മപൂജ. ഇപ്പോൾ ആത്മപൂജയിൽ അവനവനെ സ്വയം ദേവതാ സ്വരൂപമാക്കുകയാണ്. താൻ ഉപാസിക്കുന്ന ഈശ്വരൻ്റെ മന്ത്രങ്ങളെ ചൊല്ലി ചൊല്ലി തൻ്റെ ഓരോ അവയവങ്ങളെയും ന്യസിച്ച്, അതാണ് സന്യാസകൃത രക്ഷ. സമ്യക്കായ ന്യാസം കൊണ്ട്, ന്യാസം എന്നാൽ അംഗന്യാസ കരന്യാസാദികളെ കൊണ്ട് ശരീര അവയവങ്ങളെ ഓരോന്നിനെയും ഏത് മന്ത്രം കൊണ്ട് സ്പർശിക്കണമെന്ന് അതാത് ഉപാസനയ്ക്കനുസരിച്ചാണ്. വിഷ്ണു ഉപാസനയിൽ ഒരു സമ്പ്രദായം, ശൈവ ഉപാസനയിൽ മറ്റൊരു സമ്പ്രദായം, ദേവീ ഉപാസനയിൽ മറ്റൊരു മന്ത്രങ്ങളാവാം. ഓരോരുത്തരുടെയും ഇഷ്ടദേവതയ്ക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാറ്റിനും കോമൺ ആയിട്ട് വിഷ്ണു ഉപാസനയിൽ ചെയ്യുന്നതായിട്ടുള്ള മന്ത്രങ്ങളെ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ സന്യാസകൃത രക്ഷ, സമ്യക്കായ ന്യാസം കൊണ്ട് കൃതരക്ഷനായിട്ട്, രക്ഷ ചെയ്തവനായിട്ട് അർച്ചയേത് ഹരിം, ഹരിയെ അർച്ചിക്കേണ്ടതാണ്, ഭഗവാനെ പൂജിക്കേണ്ടതാണ്. ഇത്രയാണ് നമ്മൾ ഇന്നലെ വിശദമായി കണ്ടു. ഇനി അതിൻ്റെ തുടർച്ചയാണ്. അത് അടുത്ത ശ്ലോകവും വായിച്ച് ചുരുക്കി പറഞ്ഞു. അർച്ചാദൗ ഹൃദയേ ചാപി യഥാ ലബ്ധോപചാരകൈഃ ദ്രവ്യക്ഷിത്യാത്മലിംഗാനി നിഷ്പാദ്യ പ്രോക്ഷ്യചാസനം. അപ്പോൾ അർച്ചാദൗ ഹൃദയേ ചാപി. അർച്ചാദൗ എന്ന് പറഞ്ഞാൽ അർച്ചാവിഗ്രഹം. അർച്ച ചെയ്യുന്നത് എവിടെയാണോ അതിനെയാണ് അർച്ച എന്ന് പറയുന്നത്. വിഗ്രഹമാണ്. അല്ലെങ്കിൽ ആദൗ എന്നുള്ള ശബ്ദം കൊണ്ടെന്താ ഉദ്ദേശിച്ചത്? ചിലപ്പോൾ ദീപത്തിലായിരിക്കാം, കലശത്തിലായിരിക്കാം, പത്മത്തിലായിരിക്കാം, യന്ത്രത്തിലായിരിക്കാം, അല്ലേ? ശ്രീചക്രം മുതലായിട്ടുള്ള യന്ത്രങ്ങളിൽ പൂജിക്കുന്ന സമ്പ്രദായമുണ്ട്. അല്ലെങ്കിൽ പത്മാദികൾ ഇട്ടിട്ട് അതിൽ പൂജിക്കുന്ന സമ്പ്രദായമുണ്ട്. ചാണകം മെഴുകി അവിടെ ഒരു മഞ്ഞൾ
ഉരുട്ടി വെച്ചോ മഞ്ഞളിൻ്റെ കഷ്ണം വെച്ചോ ഗണപതിയെ പൂജിക്കാറുണ്ട്. തുളസിക്കതിർ നുള്ളി വെച്ച് വിഷ്ണുവിൻ്റെ സങ്കല്പത്തിൽ പൂജിക്കാറുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിലാണ് പൂജിക്കുക. കണ്ണാടിയിൽ പൂജിക്കാം, വാൽക്കണ്ണാടിയിൽ പൂജിക്കാം. അപ്പോൾ അതാണ് ആദൗ എന്ന് ആലംബനത്തെ സൂചിപ്പിക്കാനാണ്. ഏത് ആലംബനത്തിലാണോ പൂജിക്കുന്നത് അത് അർച്ചാദൗ. ലിംഗങ്ങളിൽ പൂജിക്കാം, സാളഗ്രാമത്തിൽ പൂജിക്കാം. ഇതൊക്കെ ആദി ശബ്ദത്തിൽ പെട്ടിരിക്കുകയാണ്. എന്താണോ നിങ്ങൾ പൂജിക്കാൻ ആലംബനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അത് ഇവിടെ എക്സെട്ര എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പൂജാ വിഗ്രഹം മുതലായവയിൽ അല്ലെങ്കിൽ ഹൃദയേ ചാപി. ഇവിടെ ഹൃദയേ എന്ന് പറയുമ്പോഴോ മാനസ പൂജയാണ് മുഖ്യം. അവിടെ ഹൃദയത്തിലും യഥാലബ്ധോപചാരകൈ, യഥാലബ്ധം യഥേഷ്ടം അല്ലെങ്കിൽ യഥോചിതം ലഭിച്ചിരിക്കുന്നതായിരിക്കുന്ന ഉപചാര പദാർത്ഥങ്ങൾ കൊണ്ട് ഉപചരിക്കുവാനുള്ള ദ്രവ്യങ്ങളെയാണ് ഇവിടെ ഉപചാരകൈഹി എന്ന് പറഞ്ഞു. ഉപചാരം കരോതി ഏന, ഏതൊരു ദ്രവ്യം കൊണ്ടാണോ ഉപചാരം ചെയ്യുന്നത് ആ ഉപചാര ദ്രവ്യങ്ങളെ കൊണ്ട് ദ്രവ്യ ക്ഷിതി ആത്മലിംഗാനി ആസനം നിഷ്പാദ്യ പ്രോക്ഷ്യ. അപ്പോൾ ദ്രവ്യങ്ങൾ സമ്പാദിക്കണം, അതിനെ ശുദ്ധമായത് എങ്ങനെ സമ്പാദിക്കണമെന്നറിയണം, സമ്പാദിച്ചതിനെ വീണ്ടും എങ്ങനെ ശുദ്ധമാക്കി സമർപ്പിക്കാൻ തയ്യാറാക്കണം എന്നറിയണം. ശുദ്ധമായതേ പുറത്തുനിന്ന് നമ്മൾ സമ്പാദിക്കാൻ പാടുള്ളൂ. അതിൽ തന്നെ പിന്നെയും അതിനെ ഒന്നുകൂടെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പൂക്കളാണ് പറിക്കണതെങ്കിൽ അത് നല്ല വാടാത്ത പൂക്കൾ, കേടില്ലാത്ത പൂക്കൾ, നിലത്ത് വീഴാത്ത പൂക്കൾ, അഴുക്കുകളൊന്നും ആവാത്ത പൂക്കൾ, അങ്ങനെയുള്ള നല്ല പൂക്കൾ പറിക്കണം. എന്നിട്ടോ പിന്നെ അതിനെ ഒന്നുകൂടെ ശുദ്ധീകരിക്കാനുണ്ട്. എങ്ങനെ? ആ പൂക്കളെ ഏറ്റവും നല്ല രീതിയിൽ ഒരുക്കണം, അല്ലേ? പൂവ് ഒരുക്കുക, പൂജയ്ക്കുള്ള പൂക്കൾ ഒരുക്കുക എന്ന് പറയും. അപ്പോൾ അത് ഓരോരോ പൂക്കളും എങ്ങനെ തയ്യാറാക്കണം എന്നുണ്ട്. തെച്ചിപ്പൂക്കൾ ഏത് രീതിയിൽ ഒരുക്കണം, തുളസി എങ്ങനെ ഒരുക്കണം, വില്ലും എങ്ങനെ ഒരുക്കണം, മറ്റുള്ള പൂക്കളൊക്കെ എങ്ങനെയാണ് ഒരുക്കേണ്ടത്, അതിൻ്റെ തലയും വാലും ഒക്കെ കളയണം, അല്ലേ? ഭഗവാന് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഭഗവാന് എന്താ പറയുക, അമ്പ് പോലെ ചെന്ന് തറയ്ക്കരുത്. പൂക്കൾ വേദനിക്കും എന്നുള്ള ചിന്ത വേണം. ഭഗവാന്റെ പാദങ്ങൾ അതിമൃദുലങ്ങളാണ്. അപ്പോൾ അതിലേക്ക് ഏറ്റവും മൃദുലമായിട്ടുള്ള പൂക്കൾ മാത്രമേ സമർപ്പിക്കാവൂ. അല്ലാതെ അതിൽ മുനയും മുള്ളും വാലും ഒക്കെ ഉള്ളതായിട്ടുള്ള കഠിനങ്ങളായിട്ടുള്ള സാധനങ്ങളൊന്നും വലിച്ചെറിയരുത് എന്നുള്ള ഒരു സെൻസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമ്മുടെ കൊച്ചു കുട്ടികളെ എങ്ങനെയാണോ നമ്മൾ ശുശ്രൂഷിക്കുക അതേപോലെ ഭഗവാനെ പൂജിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. അതുപോലെ ഏത് ദ്രവ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴും ശുദ്ധി വേണം. ഇപ്പോൾ പായസാദി നിവേദ്യങ്ങൾ ഉണ്ടാക്കാൻ അതിനുവേണ്ടി എടുക്കുന്ന ദ്രവ്യങ്ങളെല്ലാം ശുദ്ധമായിരിക്കണം, പാത്രങ്ങൾ ശുദ്ധമായിരിക്കണം. പിന്നീടത് തയ്യാറാക്കുമ്പോൾ വളരെ ശുദ്ധി പാലിക്കണം. അത് മണക്കാനോ സ്വാദ് നോക്കാനോ ഒന്നും പാടില്ല. അത് പൂജ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ മണക്കുകയോ സ്വാദ് നോക്കുകയോ ഒക്കെ ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് വേണം? സ്വാദ് നോക്കാതെ എങ്ങനെയാന്ന് വിചാരിച്ചാൽ സ്വാദ് നോക്കാതെ തന്നെ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കിയാൽ സ്വാദ് ഉണ്ടാവും. അലേർട്ടായിരിക്കണം എന്ന് മാത്രം. എന്തെങ്കിലും ചേർക്കാൻ വിട്ടുപോകാതിരിക്കാൻ അലേർട്ട്നെസ് ഉണ്ടായിരിക്കണം. മറ്റത് നമുക്ക് സംശയം തോന്നുമ്പോഴാണ് നമ്മൾ സ്വാദ് നോക്കുന്നത്. ഉപ്പിട്ടുവോ മധുരം ഇട്ടുവോ പഞ്ചസാര ഇട്ടുവോ വെല്ലം ഇട്ടുവോ എന്നൊക്കെ നോക്കുന്നത്. സംശയം, ആ സംശയം വരരുത്. പൂർണ്ണ ജാഗ്രതയോടുകൂടി വേണം തയ്യാറാക്കാനായിക്കൊണ്ട്. എന്നിട്ട് മറ്റുള്ളവരും അത് മണക്കാനോ അതിൻ്റെ ഗന്ധം മണക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ തിടപ്പള്ളിയിൽ നിന്ന് പൂജാ ശ്രീകോവിലേക്ക് സാധനം നിവേദ്യം കൊണ്ടുപോകുമ്പോൾ അവിടെ അടുത്തൊന്നും ആരും നിൽക്കാതെ ഓടിച്ചു വിടുന്നത്. ആരും ഇടയിൽ നിൽക്കാൻ പാടില്ല, ക്രോസ് ചെയ്യാൻ പാടില്ല, കുറച്ച് ദൂരേക്ക് മാറ്റി നിർത്താൻ, അതിൻ്റെ മണം പിടിക്കാൻ പാടില്ല. ഭഗവാന്റെ നാവ് തിടപ്പള്ളിയിലേക്ക് നീട്ടിയിട്ടുണ്ടാവുന്ന പറയുക. ഭഗവാൻ തിടപ്പള്ളിയിലേക്ക് നാവും നീട്ടി ഇരിക്കുകയാണ്.
ആ സന്ദർഭത്തിൽ. കാരണം കുറച്ച് ദ്രവ്യങ്ങളെ തിടപ്പള്ളിയിൽ നിന്ന് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുള്ളൂ പൂജാസമയത്ത്. ബാക്കി മുഴുവൻ തിടപ്പള്ളിയിൽ ഇരിക്കുകയാണ് അല്ലേ. ആ തിടപ്പള്ളിയിൽ നിന്നാണ് ഈ കൊണ്ടുവന്നതും കൂടി ചേർത്ത് പ്രസാദമായിട്ട് അനേകം പേർക്ക് വിതരണം ചെയ്യുന്നത്. അപ്പോൾ തിടപ്പള്ളിയിൽ ഉണ്ടാക്കിയത് മുഴുവൻ പൂജിക്കുന്നില്ല. അപ്പോൾ അവിടെയും ഭഗവാന്റെ നാവ് നീട്ടി ഭഗവാൻ രുചിക്കുന്നുണ്ട് എന്നുള്ളൊരു സങ്കല്പമൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ ദ്രവ്യങ്ങളും ക്ഷിതി അഥവാ പൂജ ചെയ്യുന്ന സ്ഥലവും അവനവൻ്റെ ദേഹവും കരചരണങ്ങളും എല്ലാം വേണ്ട പോലെ ശുദ്ധീകരിച്ച് ലിംഗം പൂജിക്കുന്ന ആ വിഗ്രഹമോ എവിടെയാണോ പൂജിക്കുന്നത്, ഏത് ആലംബനത്തിലാണോ അതിനെയും എല്ലാം വേണ്ട പോലെ ശുദ്ധീകരിച്ച് ആസനം നിഷ്പാദ്യ, അവനവനിരിക്കുന്ന ആസനവും അതുപോലെ മൂർത്തിക്കിരിക്കാനുള്ള ആസനവുമെല്ലാം വേണ്ടതുപോലെ ഒരുക്കുക. അത് കഴിഞ്ഞ് പ്രോക്ഷ്യ എന്ന് പറഞ്ഞാൽ പ്രോക്ഷണം കൃത്വ, പ്രോക്ഷണം ചെയ്യുന്നത് ശുദ്ധീകരിക്കാൻ തന്നെയാണ്. വീണ്ടും മന്ത്രപൂർവം ഓം ഭൂർഭുവസ്വഹ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് മുതലായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് അമൃതമാക്കുകയാണ്. ഉണ്ടാക്കിയ നിവേദ്യത്തെ അമൃതമാക്കി മാറ്റി സമർപ്പിക്കുകയാണ്. മന്ത്രങ്ങളെ കൊണ്ടാണ് അവയെ അമൃതമാക്കുന്നത്. അപ്പോൾ പ്രോക്ഷണം കൃത്വം നമ്മളും ആ പ്രോക്ഷണാദികളൊക്കെ നമ്മുടെ ജീവിതത്തിലും പകർത്തണം. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പ്രോക്ഷണം ചെയ്യണത് ഈ ഒരു എന്താ പറയുക സംസ്കാരത്തോടു കൂടിയിട്ടാണ്, ഈ ഒരു ചിന്തയോടു കൂടിയിട്ടാണ്. നമ്മുടെ ഉള്ളിലും ഇരിക്കുന്നത് ഈശ്വരനാണ്, ഭഗവാൻ തന്നെയാണ്. നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ക്ഷേത്രജ്ഞനായി കുടികൊള്ളുന്നു. അതുപോലെ ഉദരത്തിൽ വൈശ്വാനരനായി കുടികൊള്ളുന്നു. പ്രാണങ്ങളായി ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. ഭഗവാൻ ഗീതയിൽ അതെല്ലാം പറഞ്ഞു തരണു. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്തഃ പചാമ്യന്നം ചതുർവിധം. ഞാൻ വൈശ്വാനരനായി ഭവിച്ചുകൊണ്ട് പ്രാണികളിലെല്ലാവരിലും എല്ലാ ജന്തുക്കളുടെയും ഉള്ളിൽ ജഠരത്തിൽ പ്രവേശിച്ചുകൊണ്ട് ജഠരാഗ്നി രൂപത്തിലിരുന്നു കൊണ്ട് അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്തഃ, പ്രാണനും അപാനനുമൊക്കെയായി ചേർന്ന് പചാമി അന്നം ചതുർവിധം, നിങ്ങൾ ഭക്ഷിക്കുന്ന 4 പ്രകാരത്തിലുള്ള അന്നത്തെ ഞാൻ ഭജിക്കുന്നു, വേണ്ട പോലെ ദഹിപ്പിക്കുന്നു. അവിടെയാണ് ശരിയായ പാചകം നടക്കുന്നത്. നമ്മൾ പച്ചയ്ക്കുള്ള വസ്തുക്കൾ തിന്നാലും ഭഗവാൻ അവിടെ ഉള്ളിൽ നിന്ന് അതിനെ വേണ്ട പോലെ ഭജിക്കുന്നുണ്ട്. മറ്റു പാകം ചെയ്ത പുറത്ത് പാകം ചെയ്ത അഗ്നിയിൽ പാകം ചെയ്ത ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും പിന്നെയും അതിനെ വീണ്ടും ഒന്നുകൂടെ പാകം ചെയ്യുന്നുണ്ട് ഭഗവാൻ. എങ്ങനെ? പ്രാണ അപാന സമായുക്ത, പ്രാണനും അപാനനോടും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാൻ ആരോട് കൂടിയിട്ടാണ്? പ്രാണ അപാന സമാന ഉദാനന്മാരോട് കൂടിയിട്ടാണ്. അപ്പോൾ അവർക്കും സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഭഗവാന് നിവേദിക്കുമ്പോൾ ക്ഷേത്രത്തിൽ എങ്ങനെയാണ്? ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം ബ്രഹ്മണേ സ്വാഹ എന്നിങ്ങനെ പഞ്ചപ്രാണങ്ങൾക്കും ഭഗവാനും. പ്രാണങ്ങൾ ഭഗവാന്റെ ഉപദേവതകളാണ്. എങ്ങനെയാണോ ക്ഷേത്രത്തിൽ ബലി കഴിച്ചിട്ടാണ്, ശ്രീബലി കഴിച്ചിട്ടാണ്, അഥവാ അല്ലേ ചുറ്റുമുള്ള ദേവതകൾക്കൊക്കെ നിവേദ്യം കഴിച്ചിട്ടാണ് അവസാനമാണ് ഭഗവാന്റെ നിവേദ്യം ചെയ്യുക. ഭഗവാൻ ഇവർക്കൊക്കെ കൊടുക്കുന്നത് കാണാൻ വരുന്നതിനെയാണ് നമ്മൾ
ശീവേലി എന്ന് പറയുന്നത്. ശ്രീബലിയാണ്. ആ ശ്രീബലിക്ക് ഭഗവാൻ എഴുന്നള്ളുകയാണ്. തൻ്റെ കിങ്കരന്മാരായിട്ടുള്ള, തൻ്റെ സേവകന്മാരായിട്ടുള്ള അഷ്ടദിക്പാലകന്മാരും മറ്റ് ദേവതകളും ഉപദേവതകളും ഒക്കെ ഉണ്ടല്ലോ ചുറ്റും. അവർക്കൊക്കെ നിവേദ്യം കൊടുത്തുവോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ എഴുന്നള്ളത്ത്. അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ ഭഗവാന് നിവേദ്യം കഴിക്കാൻ സമ്മതമുള്ളൂ. അപ്പോൾ അതാണ് ഉപദേവതകൾക്ക് ആരാധിച്ച ശേഷമാണ്, നിവേദിച്ച ശേഷമാണ് പ്രധാന ദേവൻ ശ്രീകോവിലിൽ നേദിക്കുക. ഇതൊക്കെയാണ് ഒരു സമ്പ്രദായം. അപ്പോൾ ഇവിടെ ആരാ ഉപദേവതകൾ? പ്രാണ അപാന ഉദാന, പ്രാണ അപാന വ്യാന ഉദാന സമാനന്മാർ. 5 പേർക്ക് നിങ്ങൾ ബലി കൊടുത്തുവോ? എന്നിട്ട് മതി എനിക്ക്. ബ്രഹ്മണേ സ്വാഹ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളും ഭക്ഷണം കഴിക്കുമ്പോഴും ഈ സങ്കല്പം ഉണ്ടാവണം. നമ്മുടെ ഉള്ളിലേക്കും ഭക്ഷണത്തെ ചെലുത്തുമ്പോൾ ആദ്യം പ്രോക്ഷണം ചെയ്തിട്ട്, അതിനാണ് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ, അല്ലെങ്കിൽ ഭൂർഭുവസ്വഹ എന്നുള്ള മന്ത്രങ്ങൾ, അല്ലെങ്കിൽ ഒന്നും അറിയാത്തവർക്ക് അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാന്തേഹി ച പാർവതി എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ, ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് ഭോജനം കഴിക്കുക. അപ്പോൾ അതിന് പ്രോക്ഷണം ചെയ്യുക, ശുദ്ധമാക്കുക. എന്നിട്ട് ഉള്ളിൽ ഭഗവാന്റെ വൈശ്വാനര രൂപത്തിലിരിക്കുന്ന ബ്രഹ്മമായിരിക്കുന്ന ഭഗവാന് സേവകന്മാരായി പ്രാണ അപാന വ്യാന ഉദാന സമാനന്മാരിയ്ക്കുന്നു. അവർക്കും കൂടി ബലി കൊടുത്ത ശേഷം ഭഗവാനും കൊടുക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അല്ലാതെ എന്താ പറയുക, ഓരോന്ന് കിട്ടുമ്പോഴേക്കും വാരി നക്കി തിന്നുകൊണ്ടിരിക്കാൻ പാടില്ല. അതാണ് സംസ്കാരം. സംസ്കാരമില്ലാത്തവരാണ് അല്ലേ, ഒരു സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് പുളിയിഞ്ചി വിളമ്പി, മറ്റൊരു പുറകെ നാരങ്ങ വിളമ്പി, പുറകെ കറികൾ ഓരോന്നും വിളമ്പി പോകുന്നുണ്ട്. അവർ പോയ വഴിക്ക് തന്നെ നമ്മളതെല്ലാം എടുത്ത് സാപ്പിട്ട് കാലിയാക്കി കഴിഞ്ഞു, നക്കിക്കഴിഞ്ഞു. പിന്നെ അടുത്ത് വരുന്ന വിളമ്പുന്നവർ അതേ ഇലയിൽ തന്നെ ചോറ് ഈ കോരികയിൽ നിന്ന്, അല്ലെങ്കിൽ അന്നക്കൊത്തി എന്നൊക്കെ പറയുന്ന ചട്ടുകത്തിൽ നിന്ന് വീഴുന്നില്ല. അവരെന്ത് ചെയ്യാനാ? അവർ ഒരു കൊട്ട് ഇലയിൽ തന്നെ കൊട്ടുന്നു. അപ്പം എന്തായി? അത് എച്ചിൽ ആയി എന്നാണ്. അത് പിന്നെ ഉച്ഛിഷ്ടമാണ്. അപ്പോൾ പിന്നെ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം ഓരോരുത്തരുടെ ഉള്ളിലും ആരായിരിക്കണത്? വൈശ്വാനരനായിരിക്കുന്ന ഭഗവാൻ. അപ്പോൾ ഓരോരുത്തർക്കും നമ്മൾ ഭഗവാനാണ് കൊടുക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ശുദ്ധമായി തന്നെ കൊടുക്കണം എന്നുള്ള സങ്കല്പം വേണം. നമ്മുടെ വീട്ടിലെ വേലക്കാരാണെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും ആ ഒരു ഭാവത്തിൽ നമ്മൾ അവർക്ക് ശുദ്ധമായത് കൊടുത്ത് ശീലിക്കണം. നമ്മുടെ മനസ്സ് അതിന് പാകപ്പെടുത്തണം. ആ ട്രെയിനിങ് കൊണ്ടാണ്, ശീലം കൊണ്ടാണ് അത് പാകപ്പെടുക. അപ്പം അത് എന്ത് വേണം? എല്ലാം വിളമ്പിയതിന് ശേഷം കഴിക്കാൻ ആരംഭിക്കാൻ പാടുള്ളൂ. അനേകം പേര് ഇരിപ്പുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം വിളമ്പിയോ നോക്കിയിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം. പക്ഷെ അതൊന്നും വലിയ പരിപാടികളിൽ നടക്കാറില്ല. സാധ്യമല്ലാതെ ഒന്നുമല്ല, ഞങ്ങളൊക്കെ പലയിടത്തും ചെയ്യാറുണ്ട്, നടത്താറുണ്ട്. മനസ്സില്ല, ക്ഷമയില്ല. ഒരു ഭാഗത്ത് കഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും, വേറൊരു ഭാഗത്ത് കഴിച്ച് കഴിഞ്ഞവർ എഴുന്നേറ്റുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ചിലയിടത്ത് പാതി കഴിച്ചിട്ടുണ്ടാവും, ചിലയിടത്ത് വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഇന്നത്തെ പല രീതികൾ. കാരണം ആയിരക്കണക്കിന് ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നിടത്ത് നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഇലയിലെല്ലാം വിളമ്പിയതിന് ശേഷം ഈ ഭഗവാന് അർപ്പിക്കുന്ന മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ശുദ്ധമാക്കിയിട്ട് കഴിക്കുക. അതേ നിവൃത്തിയുള്ളൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതേ നിവൃത്തിയുള്ളൂ. അതിൽ വിളമ്പുന്നവർക്ക് ഒരു സംസ്കാരം വേണം. എല്ലാവരുടെ ഇലയിലും ഭക്ഷിച്ചു കഴിഞ്ഞ് ഇലയിൽ ഉച്ഛിഷ്ടത്തിൽ വീണ്ടും വീണ്ടും മുട്ടിച്ച് വിളമ്പാൻ പാടില്ലാത്തതാണ്.
ആ സംസ്കാരം ഉണ്ടായിരിക്കണം. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതിൻ്റെ ഒന്നും ചിന്തയൊന്നുമില്ല. എല്ലാം അദ്വൈതമാണ് അല്ലേ, എല്ലാം ഒന്നാണ് എന്നുള്ളതായിട്ടുള്ള ഭാവമാണ്. എല്ലാം അദ്വൈതമാണെങ്കിൽ എന്തും കഴിക്കാം. എന്തെന്നുള്ളത് നിങ്ങൾ കൂട്ടിക്കോളൂ, എന്തും ആവാം. എല്ലാം കഴിക്കണേ, ഒന്നും വേണ്ടാന്ന് പറയരുത്. അപ്പോൾ ഭേദഭാവനയുള്ളിടത്തോളം കാലം, ശരീരാഭിമാനമുള്ളിടത്തോളം കാലം ഈ പറഞ്ഞ സംസ്കാരമെല്ലാം നമ്മൾ പിന്തുടരേണ്ടതാണ്. ഭേദഭാവന ഇല്ലാതായി നാറാണത്ത് ഭ്രാന്തൻ ഈയം കാച്ചി ഇതിനെ കുടിച്ചതുപോലെ കുടിക്കാൻ കഴിയുമെങ്കിൽ കള്ളും കുടിക്കാം. രാമകൃഷ്ണ പരമഹംസരും അദ്ദേഹത്തിൻ്റെ സാധനാ കാലഘട്ടങ്ങളിൽ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. മലം വരെ ഭക്ഷിച്ച് അദ്ദേഹം പരിശീലിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആ സാധനയുടെ ആ ഒരു തീവ്രതയാണ്. അതിലും ഭേദഭാവന കാണാതിരിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാണ് അദ്ദേഹം. അതിന് നിങ്ങൾക്ക് സാധിക്കുമോ? നമ്മൾക്കാർക്കെങ്കിലും സാധിക്കുമോ? ഇല്ലല്ലോ. സർവം ബ്രഹ്മമയം എന്ന് കാണാറായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്, ഓരോ വിധിയുണ്ട്, സംസ്കാരമുണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ്. അപ്പോൾ ശുചി എന്നുള്ളത് ഈ പറഞ്ഞ അന്നാദികളിലൊക്കെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ പറഞ്ഞു വന്നത് ദ്രവ്യക്ഷിതി ആത്മലിംഗാനി നിഷ്പാദ്യ പ്രോക്ഷ്യച്ച ആസനം. പ്രോക്ഷണം ചെയ്തിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പുണ്യാഹം തളിച്ച് എല്ലാറ്റിനെയും ശുദ്ധം വരുത്തുക. അതിനാണ് നമ്മൾ കലശപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ കലശത്തിലെ ജലം കൊണ്ട് എല്ലാ ദ്രവ്യങ്ങളിലും തളിക്കുന്നത്. ഓം ഭൂർഭുവ സ്വഹ ഭൂർഭുവ സ്വഹ ഭൂർഭുവ സ്വഹ എന്ന് പറഞ്ഞ് എല്ലാ ദ്രവ്യങ്ങളും അവനവനിലും എന്തൊക്കെ ഉപകരണങ്ങളുണ്ടോ എല്ലാറ്റിലും തളിക്കുന്നു. ഈ പൂജയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ മേലെയൊക്കെ തളിക്കാം, അവരെയൊക്കെ ശുദ്ധാക്കി. അപ്പോൾ പൂജയ്ക്ക് മുമ്പുള്ള തളിക്കലാണത്. അത് കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് തളിക്കുന്നത് തീർത്ഥമാണ്. ഇത് പൂജയ്ക്ക് മുമ്പ് പുണ്യാഹമാണ്. പുണ്യാഹം തളിച്ച് പൂജയ്ക്കിരിക്കുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു മനഃശുദ്ധിയോടെ ഏകാഗ്രതയോടെ ഇരിക്കാൻ സഹായിക്കുമത്. ഞാനും ഇപ്പോൾ പൂജ ചെയ്യുന്ന ആചാര്യനോടൊപ്പം ഈ പൂജയിൽ ഞാനും പങ്കെടുക്കുകയാണ്. എൻ്റെ ദേഹത്തെയും ഇതാ ശുദ്ധമാക്കിയിരിക്കണു പുണ്യാഹം കൊണ്ട് എന്ന് അവിടെ ഇരിക്കുന്നവർക്ക് തോന്നണം. അതിനെക്കുറിച്ച് അറിവുണ്ടാവണം. ഈ തളിച്ചത് പുണ്യാഹമാണ് എന്ന്. പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് കലശപൂജ കഴിഞ്ഞ് പുണ്യാഹ തീർത്ഥം തയ്യാറാക്കി കഴിഞ്ഞാൽ അത് എല്ലാവരിലും തളിക്കാവുന്നതാണ്. പക്ഷെ ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ തളിക്കാൻ പറ്റില്ല. വാതിലൊക്കെ തടസ്സമാണ്, ആളുകൾ ദൂരെയാണ്, അനേകം പേരുണ്ടാകും. അതുകൊണ്ട് പൂജകൻ തന്നെ മാത്രം തളിക്കുന്നു അവിടെ. നമ്മൾ വീടുകളിലൊക്കെ പൂജിക്കുമ്പോൾ വേണമെങ്കിൽ ചുറ്റും ആളുകൾ ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ മേലേക്ക് പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്താം. കാരണം ഓരോരുത്തരും എവിടെ നിന്നൊക്കെ വരണോ, എന്തൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും വരണോ, ആ ഒരു എന്താ പറയുക ഉള്ളിലുള്ള നെഗറ്റിവിറ്റി എല്ലാം പോകാനായിക്കൊണ്ട് ഈ തീർത്ഥം തളിച്ചാൽ അവർക്ക് ഒരു പരിധി വരെ സാധിക്കും. ശുഭചിന്തകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് പൂജ ആരംഭിക്കുമ്പോൾ ഉണ്ടാക്കുന്ന തീർത്ഥത്തെ എല്ലാവരിലും തളിക്കാം. പൂജ കഴിഞ്ഞ് പിന്നെയും തീർത്ഥം എല്ലാവരുടെ മേലെയും തളിക്കാം. അല്ലെങ്കിൽ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം കുടിക്കാൻ കൊടുക്കാം. അത് സൗകര്യം പോലെ ആളുടെ എണ്ണം നോക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ കയ്യിലുള്ള തീർത്ഥം തികയില്ലെങ്കിൽ എന്താ ചെയ്യുക? കുറച്ചേ ഉള്ളൂ തീർത്ഥം. അപ്പോൾ വീശുന്നു, എല്ലാവരുടെ മുകളിലേക്കും വീശുന്നു. പൂജ കഴിഞ്ഞ് പാദതീർത്ഥമാണത്. ശംഖതീർത്ഥം, അതുപോലെ സ്നാനം, പാദം, അർഘ്യപാദ്യാദികൾ ചെയ്തത് സംഭരിച്ചതായിട്ടുള്ള ഒരു പാത്രമുണ്ട്. അതിനാണ് 2 പാത്രങ്ങൾ വെക്കുന്നത്. പൂജ ചെയ്യുമ്പോൾ ഒരു ചെറിയ പാത്രം നമ്മൾ ഭഗവാന്
കാല് കഴുകുന്ന വെള്ളം അതിലേക്ക് കുറച്ച് ശേഖരിക്കണം. നേരിട്ട് കാല് കഴുകാൻ പറ്റുന്ന വിഗ്രഹമാണെങ്കിൽ കാലിലേക്ക് ഒഴിക്കാം. ശിലാവിഗ്രഹങ്ങളിലോ ലോഹവിഗ്രഹങ്ങളിലോ ഒക്കെ കാലിലേക്ക് അല്പം ഒഴിക്കാം. ബാക്കി അതിൻ്റെ പ്രസാദമായിട്ട് കളക്ട് ചെയ്യാനായിട്ടൊരു പാത്രം അടുത്ത് വെക്കണം. മെയിൻ പാത്രം തീർത്ഥപാത്രം, പുണ്യാഹപാത്രമാണ്. ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല, കൂട്ടിക്കലരാൻ പാടില്ല. ഒന്ന് പവിത്രമായിട്ടുള്ളതാണ്, സമർപ്പിക്കാനുള്ളതാണ്. മറ്റൊന്ന് സമർപ്പിച്ച് കഴിഞ്ഞതാണ്. ഈ സമർപ്പിച്ച് കഴിഞ്ഞതിനെയാണ് പിന്നീട് നമ്മൾ തീർത്ഥമായിട്ട് സേവിക്കേണ്ടത്. ആ തീർത്ഥം സേവിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അകാല മൃത്യുഹരണം, സർവവ്യാധി നിവാരണം, സമസ്ത പാപക്ഷയകരം എന്ന് പറഞ്ഞുകൊണ്ട് ആരെയാണോ പൂജിച്ച് ആ ദേവതയുടെ പാദോദകം ശുഭം, പാദതീർത്ഥമാണ് ഞാനിതാ ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശുഭം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭക്ഷിക്കുന്നു, അതിനെ സേവിക്കുന്നു. അത് വായിലേക്കും ശിരസിലേക്കും തളിക്കാം. വായിലേക്ക് ഒഴിക്കുമ്പോൾ കൈകൾ ചുണ്ടിൽ മുട്ടിയാൽ പിന്നെ ശിരസിൽ തളിക്കാൻ പാടില്ല. ചില ആളുകൾ പച്ചയ്ക്ക് പറഞ്ഞാൽ പോത്ത് വെള്ളം കുടിക്കും പോലെ വലിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഉറിഞ്ചി കുടിക്കും കയ്യിൽ നിന്ന്. എന്നിട്ട് അതിനെ തലയിൽ തളിക്കുകയും തേക്കുകയൊക്കെ ചെയ്യും. അത് ശരിയല്ല. കാരണം ഈ ചുണ്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഉള്ള തീർത്ഥം എന്താണെങ്കിലും അത് അശുദ്ധമായി എന്ന് വെച്ചാൽ നമ്മൾക്ക് മാത്രമേ ഉള്ളിലേക്ക് സേവിക്കാനേ പറ്റുള്ളൂ. പിന്നെ ശിരസിൽ അത് ധരിച്ചാൽ നമ്മുടെ ശരീരം മുഴുവൻ നമ്മുടെ എച്ചിൽ കൊണ്ട് കുളിച്ചു. നമ്മളതിനെ എച്ചിൽപ്പെടുത്തിയതിനെ ശിരസിലേക്ക് അണിയുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ എച്ചിലിൽ കുളിച്ചു എന്നാണ് അർത്ഥം. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അപ്പം അതിനെന്ത് വേണം? ഈ വെള്ളം തീർത്ഥം സേവിക്കുന്നത് ചുണ്ട് മുട്ടിക്കാതെ സേവിക്കാൻ പരിശീലിക്കണം. ക്ഷേത്രത്തിൽ ചെന്നാലും എന്നിട്ടും നമ്മൾ കൈ കഴുകണം. കാരണം ഈ തീർത്ഥമാണ് നമ്മൾ സേവിച്ചതെന്ന് വെച്ചാൽ പ്രസാദമാണത്. ഭഗവാന്റെ പൂജ കഴിഞ്ഞ പാദോദകമാണ് നമ്മൾ സേവിച്ചത്. അതുകൊണ്ട് തന്നെ കൈ കഴുകിയിട്ട് വേണം അടുത്ത പരിപാടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. അതുപോലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥവും സേവിച്ച് പ്രസാദവും മേടിച്ച് അടുത്ത മറ്റൊരു ക്ഷേത്രത്തിലേക്ക് അതും കൊണ്ടുപോകുന്നതും ശരിയല്ല. അതിനെ ഭദ്രമാക്കി എവിടെയെങ്കിലും വെച്ച് കൈ കഴുകിയിട്ട് വേണം അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാൻ. അത് ചില ക്ഷേത്രങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ പൂജയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ദർശനമെല്ലാം കഴിഞ്ഞിട്ട് വേണം പ്രസാദം സ്വീകരിക്കാൻ. ആദ്യമേ കയറി പ്രസാദം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ള ദേവതകളെ ഉപദേവന്മാരെയൊക്കെ തൊഴാൻ പോകുന്നത് ശരിയല്ല. എല്ലായിടത്തും തൊഴുത് പ്രദക്ഷിണം ചെയ്ത് നമസ്കാരം ചെയ്ത ശേഷം വേണം പ്രസാദം സ്വീകരിക്കാൻ. ഇനി നമസ്കാരം ചിലയിടത്ത് പുറത്തേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രസാദം സ്വീകരിച്ച് പുറത്ത് വന്ന് നമസ്കരിക്കാം. അതിനു മുമ്പ് കൈ ശുദ്ധാക്കാൻ അവസരം അവിടെ സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കൈ ശുദ്ധാക്കാം. നമുക്ക് എല്ലായിടത്തും വെള്ളം അവൈലബിൾ ആയിരിക്കില്ല. വെള്ളം അവൈലബിൾ ആക്കിയാലോ വിവരമില്ലാത്ത ആളുകൾ അതിനെ മിസ്യൂസ് ചെയ്യും, തുറന്നിട്ടിട്ട് പോകും. ഒരു പൈപ്പ് തുറന്ന് കാല് കഴുകിയാൽ അത് അടയ്ക്കണം എന്നുള്ള ബോധമില്ല. ആ ഒരു എന്താ പറയുക, സിവിലൈസ്ഡ് മൈൻഡല്ല. പൗരധർമ്മം എന്ന് പറയുന്ന ധർമ്മബോധമൊന്നുമില്ല. കൈ കഴുകിയ വാഷ് ബേസിനിൽ പോയി കൈ കഴുകിയ ടാപ്പ് അടയ്ക്കാതെ പോകും, കാല് കഴുകിയ ടാപ്പ് അടയ്ക്കാതെ പോകും. അത് പിന്നെ വെള്ളം കാലിയാവും ടാങ്കുകളിൽ. മറ്റൊരാൾക്ക് അത്യാവശ്യത്തിന് പോകുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നും പഠിക്കണം, പൂജയിൽ നിന്നും പഠിക്കണം. രണ്ടും പഠിക്കാനുള്ള വേദികളാണ്. ഏത് കാര്യത്തിലും ജാഗ്രത ഉണ്ടായിരിക്കുക. പറഞ്ഞു വന്നത് ഇവിടെ പ്രോക്ഷ്യ എന്നുള്ളത് നമ്മൾ നിവേദ്യം ഭഗവാന് സമർപ്പിക്കുന്നതിന് മുമ്പ് വരെ അടച്ചു വെക്കണം. നിവേദ്യ സമയത്തെ അത് തുറന്നു വെക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ രീതി.
ആദ്യമേ കയറി നിവേദ്യത്തെ കൊണ്ടുപോയിട്ട് തുറന്നു വെക്കുകയല്ല. അത് അറിവില്ലാത്ത സമ്പ്രദായമാണ്. നിവേദ്യം എന്താണെങ്കിലും അടച്ചു വെക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് പാചകം ചെയ്തതായിട്ടുള്ള നിവേദ്യങ്ങൾ. അപ്പോൾ പഴങ്ങളൊക്കെ അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിനാണ് പഴങ്ങൾ പ്രോക്ഷണം ചെയ്ത ശേഷം ഒന്ന് തുറന്നു വയ്ക്കുന്നത്. എങ്ങനെ തുറക്കുന്നത്? പഴത്തിൻ്റെയൊക്കെ തൊലി തുറന്നു വയ്ക്കുന്നു, അപ്പോഴേ അത് തുറക്കുന്നുള്ളൂ. നാളികേരം അപ്പോഴേ ഉടച്ചു വെക്കുന്നുള്ളൂ. അതുവരെ നാളികേരം മുഴുവനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളത് തുറന്നു വയ്ക്കുന്നത് കൊണ്ട് വിരോധമില്ല. പാചകം ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അടച്ചു വെക്കണം. എന്നിട്ട് അർച്ചന കഴിഞ്ഞ് ധൂപദീപങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നൈവേദ്യം. അപ്പം നൈവേദ്യം വെക്കുന്നതിന് മുമ്പായിട്ട് നൈവേദ്യം വെക്കാൻ പോകുന്ന സ്ഥലത്ത് പ്രോക്ഷണം ചെയ്യണം. എവിടെയാണോ ഭഗവാന്റെ മുമ്പിൽ നിവേദ്യം വെക്കാൻ പോകുന്നത് അവിടെ തളിക്കണം. ഓം ഭൂർഭുവസ്വഹ എന്ന് പറഞ്ഞ് വെള്ളം തളിച്ചാൽ ശുദ്ധമായി. എന്നിട്ട് വേണം അവിടേക്ക് നിവേദ്യപാത്രം എടുത്തു വയ്ക്കാൻ. എന്നിട്ട് വേണം അത് തുറന്നു വയ്ക്കാൻ. എന്നിട്ട് അതിലേക്കും പ്രോക്ഷണം ചെയ്യണം. അതിലേക്ക് ഉപസ്തരിക്കുക, അഥവാ ഒരു തുളസിയിലോ തെച്ചിപ്പൂവിലോ അല്പം നെയ്യെടുത്ത് ഈ പ്രാർത്ഥനകളോടെ ഓം ഭൂർഭുവസ്വഹ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഇടണം. എന്നിട്ട് പിന്നെ അതിനെ ഉപസ്തരിക്കുക എന്നുള്ള വെള്ളം കൊണ്ട് അമൃതമാക്കി തീർക്കണം. എന്നിട്ട് വേണം പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, ഉദാനായ സ്വാഹ മുതലായ മന്ത്രങ്ങളോടുകൂടി പ്രാണാഹൂതി മന്ത്രങ്ങൾ എന്നാ പറയുക. ആ പ്രാണാഹൂതിയോട് കൂടിയിട്ട് ഭഗവാന് സമർപ്പിക്കുക. അത് കഴിഞ്ഞാൽ എന്ത് നിവേദ്യമാണ് ഭഗവാന് സമർപ്പിക്കുന്നത് എന്ന് ഭഗവാനെ തന്നെ വാക്കുകൊണ്ടും നിവേദിക്കുക. അത് പുഷ്പങ്ങൾ എടുത്തുകൊണ്ട് മണിയടിച്ചുകൊണ്ട് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലാനുണ്ട്. ആ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് പുഷ്പങ്ങളെ കൊണ്ട് ഈ ഓരോ നിവേദ്യത്തിലും സ്പർശിക്കും പോലെ കാണിച്ചിട്ട് ആ പുഷ്പങ്ങൾ ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന നിവേദ്യങ്ങളിതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പലതരം നിവേദ്യങ്ങളുണ്ടാവും. അവിലുണ്ടാവും, മലരുണ്ടാവും, വെല്ലമുണ്ടാകും, പഴമുണ്ടാവും, നാളികേരമുണ്ടാവും, പയറ് പുഴുങ്ങിയതോ കടല പുഴുങ്ങിയതോ പായസമോ പാൽപ്പായസമോ അപ്പമോ അടയോ എന്താണുള്ളത് വെച്ചാൽ അതിനെ എന്താ പറയുക, സംസ്കൃത പദങ്ങൾ അറിയുമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മലയാളത്തിലും പറഞ്ഞാലും ഭഗവാന് മനസ്സിലാവും. എന്നിട്ട് സമർപ്പിക്കാം. എന്തൊക്കെയാണ് സമർപ്പിക്കുന്നത് എന്ന് നമ്മൾക്കും ബോധമുണ്ടാവണേ. അരുതാത്തത് വല്ലതും ഉണ്ടോ എന്ന് അപ്പോഴേ പിടികിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഭഗവാന് സമർപ്പിക്കാൻ യോഗ്യമായിട്ടുള്ള വസ്തുക്കളാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഇന്നതൊക്കെ അങ്ങേക്ക് മഹാനൈവേദ്യമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഒരു പൂവെടുത്ത് ഈ നിവേദ്യങ്ങളിലിട്ട് ആ നിവേദ്യത്തെ അവിടുന്ന് മാറ്റി വയ്ക്കണം. അപ്പം തന്നെ മാറ്റി വയ്ക്കണം. നമ്മൾ പറയില്ലേ, ഊണ് കഴിച്ച എച്ചിൽ പാത്രത്തിൻ്റെ മുമ്പിൽ കുറേ നേരം ഇരിക്കരുത്. ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറേ നീണ്ട ചർച്ചകളൊന്നും അരുത്. ആ പ്ലേറ്റും ഉണങ്ങും, കയ്യും ഉണങ്ങും, പ്ലേറ്റിലേക്ക് അന്യജന്തുക്കളൊക്കെ വന്നു ചേരും. പിന്നെ ഈച്ചയും കൊതുകും പ്രാണികളും ഉറുമ്പും ഒക്കെ വരും. പിന്നെ കൈ കഴുകിയോ ഇല്ലയോ എന്ന് ഓർമ്മയുണ്ടാവില്ല. എണീച്ച് ചിലപ്പോൾ പോകും ചിലർ. അങ്ങനെ പോയി പിന്നെയും ചില പണികൾ ചെയ്യുന്നത് കാണാം. ആ എച്ചിൽ കൈകൊണ്ട് പലതും ചെയ്യും. അത് ചെയ്യാൻ പാടുള്ളതല്ല. ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കയ്യോടെ വേറൊരാളെ കാത്തു നിൽക്കരുത്. അവനവൻ്റെ ഭക്ഷണം കഴിച്ച പാത്രം ആരെങ്കിലും എടുക്കാൻ വളരെ തയ്യാറായിട്ട് ഉണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് അങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അനുവദിക്കുക. അല്ല, വേറെ ആരെയും അടുത്ത് സമീപത്തൊന്നും കാണുന്നില്ലെങ്കിൽ കാത്തിരിക്കാൻ പാടില്ല. വേറൊരാൾ എടുത്തോളുമെന്ന് കരുതാൻ പാടില്ല. അവനവൻ എടുത്ത് കയ്യോടെ പോയി കഴുകണം. കൈയും കഴുകണം, വായും കഴുകണം. എന്നിട്ട് നമ്മൾ കഴിച്ചിടത്ത് തളിച്ച് തുടയ്ക്കണം. ഇത് കുട്ടിക്കാലത്ത് തന്നെ ശീലമാക്കണം എല്ലാവരും.
അവനവൻ കഴിച്ചെടുത്ത് അവനവൻ തന്നെ തളിച്ച് തുടയ്ക്കുക എന്നുള്ളത്. കാരണം ഇനി അവിടെ ആരാ വന്നിരിക്കാൻ പോകുന്നത്? നമ്മൾ കഴിച്ചെടുത്ത് ഏതെങ്കിലും ഗുരുക്കന്മാര്, VIP ആരെങ്കിലും മഹാത്മാക്കൾ വന്നിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ച എച്ചിലാണ് അവർ വന്നിരിക്കുന്നത്. ഇനി അത് VIP ഒന്നും അല്ലെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും അവൻ്റെ ഉള്ളിലും ഉള്ളത് എന്താണ്? ഭഗവാൻ തന്നെയാണ്, വൈശ്വാനരനാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ആര് വന്നിരിക്കുകയാണെങ്കിലും അവർ ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് വേണം ഇരിക്കാൻ. അതുകൊണ്ട് തളിച്ച് തുടയ്ക്കുക എന്നുള്ളത് ശീലമാക്കണം. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ നിവേദ്യം മാറ്റിയ ഉടനെ വീണ്ടും വെള്ളം തളിച്ച് അവിടെ നിന്ന് തുടയ്ക്കണം, മെഴുകണം. ആ നിവേദ്യം മാറ്റിവെച്ച് ഉടനെ തളിച്ച് മാറ്റണം, മെഴുകണം. ഇത് പൂജയിൽ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ്. പൂജയിലുള്ളതെല്ലാം, ഉപചാരങ്ങളെല്ലാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ അതിഥികളോട്, നമ്മളോട് ചുറ്റുമുള്ള ആളുകളോടൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നൊക്കെ പറയുന്നത് അത് പ്രായോഗികമാക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെയാണ്. വെറുതെ ഇത് പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല, അത് പ്രായോഗികമാക്കാനുള്ളതാണ്. അപ്പം നമ്മുടെ വീട്ടിൽ വരുന്നവരാരാണെങ്കിലും, നമ്മുടെ വീട്ടിലുള്ളവരാരാണെങ്കിലും, നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും അവർക്കൊക്കെ നമ്മൾ ഈ ഒരു ഈശ്വരഭാവത്തിൽ ചെയ്യേണ്ടത് ഉപചാരങ്ങൾ ചെയ്യണം എന്നുള്ളതിന് നമ്മൾ ആദ്യം ഈശ്വരനെ പൂജിച്ച് പഠിക്കുകയാണ്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കെമിസ്ട്രി ലാബിൽ, ഫിസിക്സ് ലാബിൽ, ബയോളജി ലാബിലൊക്കെ പലതും പഠിച്ചു അല്ലേ? സുവോളജി ലാബിലൊക്കെ പലതും പ്രാക്ടീസ് ചെയ്തു. അത് അവിടത്തോടു കൂടി തീർക്കാൻ വേണ്ടിയിട്ടാണോ? ഞാൻ ഇന്ന ലാബിൽ ഇന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്, ലാബിൽ പഠിച്ചതിനെല്ലാം പ്രാക്ടിക്കൽ റെക്കോർഡ്സിലൊക്കെ വളരെ വൃത്തിയായിട്ട് എഴുതി സമർപ്പിച്ചിട്ടുണ്ട്, മാർക്കൊക്കെ എനിക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്, പരീക്ഷയൊക്കെ ഞാൻ നന്നായി പാസ്സായിട്ടുണ്ട്, ഫസ്റ്റ് റാങ്കിലാണ് പാസ്സായത്. പക്ഷേ ജീവിതത്തിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെങ്കിൽ ആ പഠിച്ചതൊക്കെ വെറുതെയാണ്. അപ്പോൾ ജീവിതത്തിലും താൻ ഈ ലാബിൽ പഠിച്ചതെല്ലാം ജീവിതത്തിൽ തനിക്ക് ഒരു പ്രാഥമികമായിട്ടുള്ള അറിവുകളാണ്. അതനുസരിച്ച് വേണം ഇനിയും ജീവിതത്തിൽ താൻ പലതും പഠിക്കാൻ, മുന്നോട്ട് പോകാൻ. അതുപോലെ ഭഗവാന് ചെയ്യുന്ന പൂജ നമ്മുടെ ഒരു വലിയ സാധനയാണ്, ഈശ്വരനെ പ്രസാദിപ്പിക്കുവാനുള്ളതായിട്ടുള്ള വലിയൊരു സാധനയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിനുള്ള ഒരു പാഠം കൂടിയാണ്, രണ്ടും കൂടിയാണ്. മുഖ്യമായിട്ട് സാധനയാണ്, ഒപ്പം തന്നെ കരുതേണ്ടതാണ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിലും ഞാൻ പകർത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ഈശ്വരനെ പൂജിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നന്നായി കരുതലോടെ അവരെ സൽക്കരിക്കുക, അതേ സമ്പ്രദായം തന്നെയാണ് ഈശ്വരാരാധനയിലും. അടുത്ത ശ്ലോകം വായിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം. പാദ്യാദീനുപകൽപ്യാധ സന്നിധാപ്യ സമാഹിതഃ ഹൃദാദിവികൃതന്യാസോ മൂലമന്ത്രേണ ചാർച്ചയേത്. പാദ്യാദീനുപകൽപ്യാധ സന്നിധാപ്യ സമാഹിതഃ ഹൃദാദിവികൃതന്യാസോ മൂലമന്ത്രേണ ചർച്ചയേത്. പാദ്യാദീൻ ഉപകൽപ്യ സന്നിധാപ്യ അധ സമാഹിതഃ ഹൃദാദിഭിഃ കൃതന്യാസഃ മൂലമന്ത്രേണ ച അർച്ചയേത്. പാദ്യാദീൻ ഉപകൽപ്യ, പാദ്യാദീൻ എന്ന് പറഞ്ഞാൽ പാദ്യം മുതലായവ. പാദ്യം എന്ന് പറഞ്ഞാൽ പാദോദകം, കാല് കഴുകാനുള്ള വെള്ളം. അപ്പം അവിടെ പാദ്യാദി എന്നുള്ളത് കൊണ്ട് പാദ്യം, അർഘ്യം, ആചമനീയം ഇതിനൊക്കെ ആയിട്ട് വേറെ വേറെ വെള്ളങ്ങൾ കരുതി വെക്കുന്ന സമ്പ്രദായമുണ്ട് വിശദമായിട്ട് ചെയ്യുന്ന പൂജകളിൽ. ഇതെല്ലാം കൂടി ഒന്നിച്ചൊരു കലശത്തിൽ
ഒരു കിണ്ടിയിൽ ഒരു പഞ്ചപാത്രത്തിൽ എടുക്കാം. അതിൽ നിന്നാണ് നമ്മൾ ഉദ്ധരണി കൊണ്ട്, പഞ്ചപാത്രം എന്ന് പറയുന്നത് ആ ചെമ്പ് കൊണ്ടുള്ളതായിട്ടുള്ള ഒരു നാഴി പോലെയുള്ളതായിട്ടുള്ള ഉടുക്ക് പോലെയുള്ള ഷേപ്പിലുള്ള പാത്രം, അതിൽ നിന്ന് വെള്ളമെടുക്കുന്ന സ്പൂണിൻ്റെ പേരാണ് ഉദ്ധരിണി. ഉദ്ധാരണം ചെയ്യുന്നത്, ഉയർത്തുന്നത്, വെള്ളമെടുക്കുന്നത്. അപ്പോൾ പഞ്ചപാത്രവും ഉദ്ധരിണിയും. ആ പഞ്ചപാത്രത്തിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ എന്താണ് പ്രസാദം സ്വീകരിക്കാനുള്ള പാത്രം. ഭഗവാന് സമർപ്പിച്ച അർഘ്യം, പാദ്യം, ആചമനീയം മുതലായത് പ്രസാദമായി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി അതിലേക്കും കുറേ കളക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പിന്നീട് പൂജ ശേഷം നമ്മൾ സേവിക്കുന്നത്, തീർത്ഥമായി തളിക്കുന്നതൊക്കെ. അപ്പോൾ ആദ്യം എന്ത് വേണം? ഇതിനൊക്കെ വേണ്ടതായിട്ടുള്ള സജ്ജീകരണം ചെയ്യണം. അതാണ് പാദ്യാദീൻ ഉപകൽപ്യ. പാദ്യം മുതലായ ആവശ്യങ്ങൾക്കുള്ള ജലത്തെ, പാത്രങ്ങളെ ഉപകൽപ്യ, അടുത്ത് സമ്പാദിച്ച് സന്നിധാപ്യ, സമ്യക്കായി നിദാനം കൃത്വ, ഉറപ്പിച്ചു വെച്ചിട്ട് എന്നർത്ഥം. യഥാസ്ഥാനം ഉറപ്പിക്കണം. പൂജ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഓരോന്ന് എവിടെയെന്ന് തപ്പാൻ പാടില്ല. അപ്പം അതിനാണ് കൃത്യമായിട്ട് ഓരോന്നും വെക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. പൂജകൻ ഇരിക്കുമ്പോൾ അയാളുടെ അടുത്ത് ഏതേത് സ്ഥാനങ്ങൾ, ഏതേത് സാധനങ്ങൾ എവിടെയൊക്കെ വെച്ചാൽ അയാൾക്ക് ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റും. എപ്പോഴും ഓർമ്മയോടുകൂടി ഇരിക്കും. ഓരോ പൂജയ്ക്ക് ഓരോ സ്ഥാനത്ത് വെച്ചാൽ എവിടെ എന്ന് പറഞ്ഞിട്ട് മനസ്സ് ഇറിറ്റേറ്റഡ് ആവും, അജിറ്റേറ്റഡ് ആവും, ചുറ്റുപാടുള്ളവരെയൊക്കെ ചീത്ത വിളിക്കും. അപ്പോൾ ചുറ്റുപാടും ഉള്ളവർ, സഹായിക്കുന്നവർ, പരികർമ്മികൾ എന്ന് പറയുന്നവർ, വീട്ടിലുള്ളവർ ആരാണെങ്കിലും ഒരാൾ പൂജ ചെയ്യുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ, പാത്രങ്ങളൊക്കെ ഏത് ക്രമത്തിലാണ് വയ്ക്കുന്നത് എന്നൊന്ന് കണ്ടു പഠിക്കണം. എന്നിട്ട് ഒരുക്കി കൊടുക്കുമ്പോൾ അതാത് സ്ഥാനത്ത് വെച്ചാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആരാണോ പൂജിക്കുന്നത് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ പൂജ ചെയ്യുമ്പോൾ ഏറ്റവും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മണിയടിക്കേണ്ടത് ഇടതുവശത്തുണ്ടാവണം. ഏറ്റവും ഇടതുവശത്ത് അക്സസിബിളായിട്ട് മണി ഉണ്ടാവണം, ഉടനെ എടുക്കാനായിട്ട് സാധിക്കണം. അല്ലാതെ എൻ്റെ മണി എവിടെ എന്ന് ചോദിച്ച് 4 ഭാഗവും തപ്പുകയല്ല. അപ്പോൾ ഏറ്റവും ലെഫ്റ്റ് എക്സ്ട്രീമിൽ കരുതി വെക്കേണ്ടത് മണിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള കലശപൂജ മറ്റേതൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന വെള്ളം, വലിയ പാത്രത്തിലുള്ള വെള്ളം, ശുദ്ധജലം കൊണ്ടുവന്ന് വെച്ചത് അതിൻ്റെ അടുത്ത് വയ്ക്കാം. അതുപോലെ അത് കഴിഞ്ഞിട്ട് വേണം ഈ കലശങ്ങൾ തയ്യാറാക്കി വയ്ക്കാൻ, അല്ലെങ്കിൽ പഞ്ചപാത്രം ഒരുക്കി വയ്ക്കാൻ. എന്നിട്ട് ഈ പഞ്ചപാത്രത്തിലേക്കാണ് ഈ കലശത്തിൽ നിന്ന് വെള്ളമൊഴിച്ച് പൂജ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ കലശങ്ങൾ, പഞ്ചപാത്രം, ഉദ്ധരണി അല്ലെങ്കിൽ 2 കിണ്ടികൾ, വലതുവശത്തുള്ളതായിട്ടുള്ള കിണ്ടി പൂജ ആവശ്യങ്ങൾക്കുള്ളതാണ്, ഇടതുവശത്തുള്ളതായിട്ടുള്ളതാണ് അത്യാവശ്യം ശുദ്ധമാക്കാനുള്ളത്. അപ്പം ഇങ്ങനെ പൂജ മറ്റേ കിണ്ടികളെല്ലാം വെക്കണം. പവിത്രം കെട്ടിയ കിണ്ടി ഉണ്ടാവും, അതിനെ പ്രധാന കിണ്ടിയാക്കി ഉപയോഗിക്കണം. അല്ല 2 കിണ്ടി ഒരുപോലെയാണെങ്കിൽ വെക്കുന്ന സ്ഥാനം ഉറപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് വലതുവശത്തായിട്ട് ചന്ദനം, കുങ്കുമം മുതലായത് എടുത്തു വയ്ക്കണം ചെപ്പുകളിൽ. അത് കഴിഞ്ഞിട്ട് പൂത്താലം വയ്ക്കാം. അതിൻ്റെ അടുത്തായിട്ട് തന്നെ പിന്നീട് സമർപ്പിക്കാനുള്ളതായിട്ടുള്ള വസ്ത്രങ്ങൾ, അതുപോലെ എന്താ പറയുക, അക്ഷതമുണ്ടെങ്കിൽ അത്, വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത്, ആഭരണങ്ങളുണ്ടെങ്കിൽ, മാലകളുണ്ടെങ്കിൽ, പൂമാലകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തയ്യാറാക്കി ചുറ്റും വയ്ക്കണം. അതൊക്കെ പിന്നെ എടുത്തു കഴിഞ്ഞാൽ ആ പാത്രം ഡിസ്പോസ് ചെയ്യാം. അതാത് ക്രമത്തിൽ പൂജ സമർപ്പിച്ചു കഴിഞ്ഞാൽ, മാല ചാർത്തിക്കഴിഞ്ഞാൽ, ആഭരണം ചാർത്തിക്കഴിഞ്ഞാൽ, വസ്ത്രം ചാർത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കരുതി വെച്ചിരുന്ന പാത്രത്തിന് യൂസില്ല, അതിനെ അവിടേക്ക് ഒരുക്കി വയ്ക്കാം. പക്ഷേ സ്ഥിരമായിട്ട് വേണ്ടത് ഇതാണ്, ബേസായിട്ടുള്ള വേണ്ടത് ഈ പഞ്ചപാത്രവും ഉദ്ധരണിയും, അതുപോലെ തന്നെ ചന്ദനം മുതലായിട്ടുള്ള, കുങ്കുമം മുതലായിട്ടുള്ള ദ്രവ്യങ്ങൾ, ഇടതുവശത്ത് മണി. ഇത് സ്ഥാനം മാറാനേ പാടില്ല, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കണം. അപ്പം അങ്ങനെ ഒരുക്കി വെക്കുന്നതിൽ ക്രമമുണ്ട്, തോന്നിയതുപോലെ വയ്ക്കുകയല്ല.
അതുപോലെ നിവേദ്യങ്ങൾ കുറച്ച് അകറ്റി വെക്കണം, അത് ഒരുക്കി വെച്ച് അടച്ചു വെക്കണം. അത് പിന്നെ ആ സമയമാകുമ്പോൾ കൊണ്ടുവരേണ്ടതുള്ളൂ. അതുപോലെ ദീപാരാധന ചെയ്യാനുള്ള ദീപം, കർപ്പൂരാരതി കാണിക്കാനുള്ള തട്ട്, ചന്ദനത്തിരി കത്തിക്കാനുള്ളത്, അതൊക്കെ വേറെ വേറെ സാമ്പ്രാണി ഉണ്ടെങ്കിൽ അത് ഒക്കെ അതിൻ്റെ സ്ഥാനത്ത് വെച്ചാൽ സമയമാകുമ്പോൾ തിരയേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നോക്കി അവിടെ കാണാൻ എടുത്ത് ഉപയോഗിക്കാം. അപ്പം അതിനും, അതായത് പൂജയ്ക്ക് മുമ്പ് അവനവൻ പൂജയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ, സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ചുറ്റും ഇതൊക്കെ ഒന്ന് വീക്ഷിച്ച് ക്രമപ്പെടുത്തി തയ്യാറാവണം. അതിനുശേഷം വേണം പൂജ ആരംഭിക്കാൻ. പൂജയുടെ പൂർവാംഗങ്ങളായിട്ടുള്ള ഖണ്ഡാനാദം, അതുപോലെ തന്നെ പ്രാണായാമാദികൾ, പിന്നീട് കലശപൂജ, ശംഖപൂജ, ആത്മപൂജ, പീഠപൂജ, ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രിലിമിനറി ആയിട്ടുള്ള പൂർവാംഗങ്ങളായി. അത് കഴിയുമ്പോഴാണ് നമ്മുടെ ഇഷ്ടദേവതയെ ധ്യാനിച്ച് അവിടേക്ക് ആവഹിച്ച് അർഘ്യപാദ്യാദികൾ സമർപ്പിച്ച്, സ്നാനം മുതലായത് സമർപ്പിച്ച്, വസ്ത്രം മുതലായത് സമർപ്പിച്ച്, ക്രമത്തിലുള്ളതായിട്ടുള്ള അർച്ചന മുതലായതും, ധൂപദീപ നൈവേദ്യ, അത് കഴിഞ്ഞ് മന്ത്രപുഷ്പാദികളെ കൊണ്ട് ആരാധിക്കണം. അത് കഴിഞ്ഞ് കർപ്പൂരാരതി, അതിനു മുമ്പ് അലങ്കാര ദീപങ്ങളുണ്ടെങ്കിൽ പലതരത്തിലുള്ള 3 വിളക്കുള്ളത്, ത്രിമുഖ ദീപം, പഞ്ചമുഖ ദീപം, ബഹുമുഖ ദീപം, പലതുണ്ട് അലങ്കാര ദീപങ്ങൾ. അതൊക്കെ ഒരു ഷോ ആണ്, ഭഗവാനെ സന്തോഷിപ്പിക്കുവാനുള്ള കൂടുതൽ കൂടുതൽ ഉപചാരങ്ങളാണ്. അത് കഴിഞ്ഞ് കർപ്പൂര ദീപം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രദക്ഷിണ നമസ്കാരാദികൾ. അത് കഴിഞ്ഞിട്ട് ഉപചാരങ്ങൾ വീണ്ടും ഉണ്ട്. അതാണ് വിശദമായിട്ടുള്ള ഇന്നലെ പറഞ്ഞ രാജോപചാരം, ആർഷോപചാരം, ദേവോപചാരം എന്ന് പറയുന്ന ഉപചാരങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് പരിപൂർണമായ സമർപ്പണം. അത് കഴിഞ്ഞ് ഉദ്വാസനം. പൂജ കഴിഞ്ഞാൽ ഭഗവാനെ, നമ്മുടെ ഇഷ്ടദേവതയെ നമ്മൾ വിളിച്ചു വരുത്തിയതാണ്, ആവഹിച്ചതാണ്, ആവഹിച്ച് വരുത്തിച്ചതാണ്. വരുത്തിച്ച ആളെ യാത്രയാക്കണം. നമ്മൾ യാത്രയാക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ മര്യാദകൾ കാണിക്കുക, കൂടെ ചെല്ലുക, അതുപോലെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചയക്കുന്ന പ്രക്രിയയാണ് ഉദ്വാസനം. ഉദ്വാസനവും കഴിഞ്ഞിട്ട് വേണം നമ്മൾ പിന്നീട് പ്രസാദങ്ങൾ, തീർത്ഥങ്ങളൊക്കെ സ്വയം ആദ്യം സേവിക്കുക. പൂജകൻ ആദ്യം സേവിക്കുക, എന്നിട്ട് ചുറ്റും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പങ്കുവയ്ക്കുക. ഇതൊക്കെയാണ് ഒരു ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പാദ്യാദീൻ ഉപകൽപ്യ അപസന്നിധാപ്യ, അനന്തരം അവയെല്ലാം വേണ്ടിടത്ത് വേണ്ട പോലെ വെച്ചിട്ട് സമാഹിത ഏകാഗ്രതയോടുകൂടെ, ആ ഏകാഗ്രതയോടുകൂടെ ഹൃദാദിഭിഹി കൃതന്യാസ, ഹൃദയാദികളെ കൊണ്ട് ന്യാസം ചെയ്തിട്ട്, ഹൃദയാദിന്യാസം എന്ന് പറയും. അപ്പോൾ ഹൃദയത്തിലും ശിരസിലും മറ്റുമൊക്കെ ഉള്ളതായിട്ടുള്ള ആ ന്യാസങ്ങളാണ്, മൂലമന്ത്രങ്ങളെ കൊണ്ടുള്ള ന്യാസങ്ങളാണ്. ദേവതയെ, ഗുരുവിനെ ഒക്കെ സങ്കല്പിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ന്യാസങ്ങളാണ്. ഹൃദാദിഭി കൃതന്യാസ മൂലമന്ത്രേണ ച അർച്ചയേത്. ഓരോ ദേവതയ്ക്കും മൂലമന്ത്രങ്ങളുണ്ട്. അത് ഗുരുവിൽ നിന്ന് ഉപദേശിച്ചു കിട്ടേണ്ടതാണ്. ഏത് ദേവതയെയാണോ നിങ്ങൾ പൂജിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടദേവതയായിട്ട്, ആ ഇഷ്ടദേവതയുടെ മന്ത്രം ഗുരുവിൽ നിന്ന് ഉപദേശിച്ച് കിട്ടണം. ഇന്ന ദേവതയെ ഉപാസിക്കാൻ ഇന്നതാണ് മന്ത്രം. അപ്പം അതാണ് ക്ഷേത്രത്തിലെ തന്ത്രികളാണ് അവിടുത്തെ ഗുരുക്കന്മാർ. അവർ പുരോഹിതന്മാർക്ക് അഥവാ മേൽശാന്തിമാർക്ക് ഈ മൂലമന്ത്രത്തെ ഉപദേശിക്കുന്നു. ഒരു ഗുരു ശിഷ്യന് ഉപദേശിക്കും പോലെ. തന്ത്രിയും മേൽശാന്തിയും തമ്മിലുള്ള ബന്ധം ഗുരു ശിഷ്യ ബന്ധം പോലെയാണ്. അവിടെ തന്ത്രിയാണ് ഗുരു, ആചാര്യൻ. അദ്ദേഹം പരമ്പരയാ അദ്ദേഹത്തിന് കിട്ടിയ അറിവ്, ഇവിടുത്തെ ദേവത ആരാണ്, പൂജാ സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണ്, മൂലമന്ത്രം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കണം?
നിത്യവും പൂജിക്കാനായിക്കൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മേൽശാന്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പം അതുപോലെ നമ്മൾ ഇൻഡിവിജ്വലി സാധന ചെയ്യുമ്പോൾ നമ്മൾ ഉപാസിക്കുന്നതായിട്ടുള്ള ദേവതയുടെ ഇഷ്ടദേവതയുടെ മൂലമന്ത്രം ഗുരുക്കന്മാരിൽ നിന്ന് ചോദിച്ച് കൺഫേം ചെയ്ത് അവരുപദേശിച്ചു തന്നാൽ അത് സ്വീകരിച്ചുകൊണ്ട് ആ മൂലമന്ത്രം കൊണ്ടാണ് മുഖ്യമായിട്ട് അർച്ചിക്കേണ്ടത്. അതിന് കൂടുതൽ അലങ്കാരങ്ങൾ ചാർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഷ്ടോത്തര ശതനാമങ്ങളും അല്ലെങ്കിൽ സഹസ്രനാമങ്ങളും ഒക്കെ അർച്ചനയായിട്ട് ഉപയോഗിക്കുന്നത്. മൂലമന്ത്രം മാത്രം 108 പ്രാവശ്യം അർച്ചിക്കാം, 1008 പ്രാവശ്യം അർച്ചിക്കാം. അതാണ് ഏകാഗ്രമായിട്ടുള്ള പൂജ. അത് സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അവിടെ ചൈതന്യം വർദ്ധിക്കും, ശക്തി കൂടും ദേവതയ്ക്ക് എന്നൊക്കെ പറയാം. അവിടെ ദേവതയ്ക്ക് ശക്തി കൂടുന്നതിനേക്കാൾ ഉപാസകനാണ് മനോബലം കൂടുന്നത്. അതുതന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അവസാനത്തെ പാർവതീദേവിയുടെ ചോദ്യത്തിന് മഹാദേവൻ ഉത്തരം കൊടുത്തത്. വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിച്ച ഫലം ലഭിക്കുവാനായിട്ട് ലഘുവായ മാർഗം എന്താണ്? കേനോപായേന ലഘുനാ ഉപായേന, ഏറ്റവും ലഘുവായ ഉപായം കൊണ്ട് എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കുക, ജപിക്കുക? അപ്പോഴാണ് മഹാദേവൻ പറഞ്ഞു കൊടുത്തത്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ. ശ്രീരാമനാമം ആവർത്തിച്ച് ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. രാമനാമത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തോന്നുന്നില്ല, ബോറടിക്കുന്നില്ല, ഏകാഗ്രത കുറയുന്നില്ല എങ്കിൽ നിങ്ങൾ വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു സാധകനാണ്, സാധകയാണ്. അത് സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് വെറൈറ്റി ബൊഫേ കൊടുത്തിരിക്കുന്നത്. ഒരു ചോറും ഒരു കൂട്ടാനും കൊണ്ട് തൃപ്തിയടയുന്നവർ അവർ മനസ്സ് വളരെ ബലമുള്ളവരാണ്, ഏകാഗ്രതയുള്ളവരാണ്. മറ്റവർക്ക് മനസ്സിന് ബലമില്ലാത്തത് കൊണ്ടാണ് പതറിപ്പോകുന്നത്, അവരുടെ അറ്റൻഷൻ ഡൈവേർട്ടഡായി പോകുന്നത്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ഒന്നും മിസ്സാക്കാൻ പാടില്ല. ആ ബൊഫയിൽ എന്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടോ എല്ലാം നിറച്ചെടുക്കും. എന്നിട്ട് ഒന്നും കഴിക്കാൻ പറ്റൂല്ല, എല്ലാം കളയും അല്ലേ? ഇപ്പോൾ അതുപോലെയാണ് ഈശ്വരാരാധനയിലും. ഏകാഗ്രമായിട്ട് ഒരു മന്ത്രം കൊണ്ട് നമുക്ക് ഈശ്വരനെ ആരാധിക്കാൻ കഴിഞ്ഞാൽ, കുറേ ആവർത്തിച്ച് ഒരേ നാമത്തെ ജപിക്കാൻ കഴിഞ്ഞാൽ അത് മന്ത്രജപമായി. മറ്റത് കീർത്തനങ്ങളാണ്, സ്തോത്രങ്ങളാണ്. സഹസ്രനാമങ്ങളും അഷ്ടോത്തര ശതനാമങ്ങളും ഇതൊക്കെ ചൊല്ലുന്നത് വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. രുചി അനുസരിച്ച് നമ്മൾ പലതിൻ്റെയും പുറകെ പോകുന്നു. ആ നാമങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖം നമുക്ക്, ആസ്വാദനം നമുക്ക്, ഭഗവാന്റെ വിവിധ ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു മറയുന്നു. എന്നാൽ ഒരു നാമം ചൊല്ലി ഭഗവാന്റെ ഒരേ രൂപത്തെ തന്നെ നിരന്തരം ധ്യാനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഉപാസന, അതാണ് ശരിയായ സാധന. അപ്പോൾ സാധകന്മാർ തയ്യാറായി കഴിഞ്ഞാൽ ഗുരുക്കന്മാർ അവർക്ക് മന്ത്രദീക്ഷ കൊടുക്കുന്നു. അനേക മന്ത്രങ്ങളല്ല മന്ത്രദീക്ഷയിൽ കൊടുക്കുക, ഒരേ ഒരു മന്ത്രം, ഒറ്റ മന്ത്രം. അയാളുടെ ഇഷ്ടദേവത ഏതാണോ ആ ഇഷ്ടദേവതയെ ആരാധിക്കാനുള്ള ഒരു മൂലമന്ത്രം. ഇത് മാത്രം നീ ജപിച്ചാൽ മതി എന്ന് പറയുകയാണ്. അതിൽ ഫോക്കസ് ചെയ്യാൻ ഏകാഗ്രത കിട്ടാത്ത ആളുകൾക്ക് ആയിക്കോളൂ, സഹസ്രനാമങ്ങളായിക്കോളൂ, അനേക സഹസ്രനാമങ്ങളായിക്കോളൂ. വിഷ്ണു സഹസ്രനാമം ജപിച്ചു പോരാ തോന്നി ലളിതാ സഹസ്രനാമം ജപിച്ചോളൂ, ലളിതാ സഹസ്രനാമം ജപിച്ച് പോരാ തോന്നി ശിവസഹസ്രനാമം ജപിച്ചോളൂ.
പോരാ തോന്നി, വീണ്ടും അനേക ദേവതാ സഹസ്രനാമങ്ങളുണ്ട്, ജപിച്ചോളൂ. ഇനി ശിവന്റെ അയുത നാമങ്ങളുള്ള സ്തോത്രമുണ്ട്. അയുതമെന്നാൽ 10,000. അപ്പോൾ ശിവന്റെ അയുധ നാമാവലി 10,000 നാമങ്ങൾ ചൊല്ലാം. പലതും ആവർത്തിച്ചു വരും, എങ്കിലും 10,000 നാമങ്ങളാണ് അതിലുള്ളത്. അയുധ നാമാവലി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ശിവരാത്രിക്കൊക്കെ നേരം പോകാൻ ബെസ്റ്റാണ്. സിനിമയൊക്കെ കാണുന്നതിനേക്കാൾ, നാടകങ്ങൾ കാണുന്നതിനേക്കാൾ ഭഗവാന്റെ വിവിധ നാമങ്ങൾ മണിക്കൂറുകളെടുത്ത് ചൊല്ലാം. അപ്പം അതാണ് ഏകാഗ്രതയ്ക്കാണ് ഒരു മന്ത്രം ചൊല്ലുന്നത്. നല്ല ഉത്തമ സാധകന്മാർക്ക് ഒരു മന്ത്രം ധാരാളം മതി, അല്ലാതെ ബഫേ ഒന്നും വേണ്ട. അപ്പോൾ ഹൃദാദിഭി കൃതന്യാസോ മൂലമന്ത്രേണ ച അർച്ചയേത്. മൂലമന്ത്രം കൊണ്ട് അർച്ചിക്കേണ്ടതാണ്. പിന്നെ ഒരു വലിയ ക്ഷേത്രമൊക്കെ ആവുമ്പോൾ അവിടെ വഴിപാടിൻ്റെ പട്ടിക വലുതാക്കണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് സഹസ്രനാമാർച്ചന, അഷ്ടോത്തര അർച്ചന, അല്ലെങ്കിൽ പുരുഷസൂക്തം കൊണ്ടുള്ള അർച്ചന, ഭാഗ്യസൂക്തം കൊണ്ടുള്ള അർച്ചന. അതിനൊക്കെ ഫലശ്രുതിയും എഴുതി വെച്ചിട്ടുണ്ടാവും. ഇന്നത് ചെയ്താൽ ഇന്ന ഫലം, ഇന്നത് ചെയ്താൽ ഇന്ന ഫലം, അതിനിത്ര രൂപകളാണ് എന്ന് പറഞ്ഞ് വിവര പട്ടികയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ അതിൻ്റെ ടിക്കറ്റ് എടുത്ത്, അല്ലേ, ടോക്കൺ എടുത്ത് പൈസ കൊടുത്ത് അർച്ചകൻ്റെ അടുത്ത് ആ ടോക്കൺ കൊടുക്കുമ്പോൾ, മഹാക്ഷേത്രങ്ങളിലൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അത്. ഒരു ദിവസം ഒരു സഹസ്രനാമാർച്ചന ചെയ്യും. എന്നിട്ട് ആരൊക്കെ ഇന്ന് സഹസ്രനാമാർച്ചനയ്ക്ക് വഴിപാട് കൊടുക്കുന്നുണ്ടോ അവരൊക്കെ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുമെന്ന് സങ്കല്പിക്കും. അപ്പോൾ ഒരു ദിവസത്തെ ഒരു സഹസ്രനാമാർച്ചനയ്ക്ക് ചിലപ്പോൾ 10,000 ആളുകളുണ്ടാവും ടോക്കൺ എടുത്തവർ. അവർക്കൊക്കെ കൂടി ഒരു സഹസ്രനാമാർച്ചന. അപ്പോൾ അതൊക്കെ ക്ഷേത്രങ്ങളിൽ. ഇന്ന് ക്ഷേത്രങ്ങളെല്ലാം വരുമാനമുണ്ടാക്കാൻ വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ അവർ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. വലിയ വലിയ ക്ഷേത്രങ്ങളിൽ എത്ര വരുമാനം ഉണ്ടായാലും പോരാ എന്നുള്ള രീതിയിൽ അവർ പുതിയ പുതിയ സമ്പ്രദായങ്ങൾ കൊണ്ടുവരുന്നു. നേരെ മറിച്ച് നമ്മുടെ പ്രദേശത്തുള്ള ചെറിയൊരു ക്ഷേത്രത്തിൽ പോയാൽ തിരക്കേ ഉണ്ടാവില്ല. അവിടെയുള്ള പൂജകൻ നല്ല ഉത്തമമായിട്ടുള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ നമ്മളൊരു സഹസ്രനാമാർച്ചനയോ പുരുഷസൂക്താർച്ചനയോ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ അദ്ദേഹം അത് ശ്രദ്ധാപൂർവം ചെയ്യും. നേരെ മറിച്ച് നമ്മൾ തന്നെ ഇരുന്നൊരു സഹസ്രനാമം ചൊല്ലിയാലോ, അതാണ് ഏറ്റവും ഉത്തമം. ഒഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ദേശത്തുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നിരുന്ന് നമ്മൾ തന്നെ സ്വയമേവ ഒരു സഹസ്രനാമം ചൊല്ലുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ. നമ്മളെവിടെ ചെന്നാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. നമ്മൾ ഇരിക്കുന്ന സ്ഥലമോ നമ്മൾ ചൊല്ലുന്ന ശബ്ദമോ, അതുപോലെ എന്താ പറയുക, അവർക്ക് അടച്ചിട്ട് പോകാൻ നേരത്ത് നമ്മൾ അവസാന നിമിഷം ചെന്നിരുന്നിട്ട് സഹസ്രനാമ ജപം ആരംഭിച്ചാൽ അവർ ഓടിച്ചു വിടും. അപ്പോൾ ഇതെല്ലാം നോക്കണം. നമുക്കൊരു മനോധർമ്മം വേണം, ഒരു ഔചിത്യബോധം വേണം. എവിടെ ചെന്നാലും വേണ്ടതാണ് ഔചിത്യബോധം. ഞാൻ എവിടെയാണ് വന്നിരിക്കുന്നത്, ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്തുകൂടാ, ഇവിടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ആർക്കെങ്കിലും വിഷമമുണ്ടാകുന്നുണ്ടോ, ആർക്കും വിഷമമില്ലാതിരിക്കണം. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിൽ ദൃഢമായിരിക്കണം. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുതു നിൽക്കുന്നത് പോലും മറ്റുള്ളവർക്ക് ഉപദ്രവമായി തോന്നരുത്. വളരെ വിനയത്തോടുകൂടെ ഒതുങ്ങി നിന്ന് ആർക്കും തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ തൊഴുക. തിരക്കുള്ള ക്ഷേത്രമാണെങ്കിൽ കുറേ നേരം നിൽക്കേണ്ട അവിടെ. നിങ്ങൾ ചെന്നതും
നിങ്ങളെ ഭഗവാൻ ചെല്ലുന്നതിന് മുമ്പേ തന്നെ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ ഭഗവാനെ കണ്ടില്ലെങ്കിലും ഭഗവാൻ നിങ്ങളെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതി വേഗം അവിടുന്ന് ഒഴിഞ്ഞു മാറണം. ഇനി നിങ്ങൾക്ക് വല്ലതും ഭഗവാനോട് പറയാനോ ജപിക്കാനോ ഒക്കെ ഉണ്ടെങ്കിലോ മാറിയിരുന്ന് തിരക്കില്ലാത്തൊരു ഭാഗത്തിരുന്നു കൊണ്ട് ഇതൊക്കെ ചെയ്യാം. സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ കേൾക്കാതിരിക്കില്ല. ഭഗവാന്റെ പാണിയും പാദവും മുഖവും എല്ലാം എല്ലാ ഭാഗത്തും ഉണ്ട്. ശ്രോത്രങ്ങൾ എല്ലായിടത്തും ഉണ്ട്. എല്ലാം കേൾക്കും. അതുകൊണ്ട് ഒഴിഞ്ഞിരുന്ന് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് നാമജപങ്ങളോ കീർത്തനങ്ങളോ പ്രാർത്ഥനകളോ ഭഗവാനോടുള്ള അപേക്ഷകളോ ഒക്കെ ആവാം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. അപ്പം ഇങ്ങനെ ഔചിത്യബോധത്തോടെ പെരുമാറാൻ ക്ഷേത്രത്തിൽ മാത്രമല്ല ജീവിതത്തിൽ എവിടെ ചെന്നാലും അതൊരു നല്ലൊരു കാര്യമാണ്. എവിടെ ചെന്നാലും ഇത് നമ്മുടെ കുട്ടികൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ എവിടെ ചെന്നാലും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി മാറരുത്. അവർ ഈ കുട്ടികളെ ശപിക്കുന്ന കൂട്ടത്തിൽ കുട്ടികളെ ജനിപ്പിച്ച അച്ഛനമ്മമാരെയും ചീത്ത വിളിക്കും. അപ്പോൾ അച്ഛനമ്മമാർക്ക് ചീത്ത കേൾക്കാതിരിക്കണമെങ്കിൽ, നമ്മളെ ആളുകൾ ശപിക്കാതിരിക്കണമെങ്കിൽ കുട്ടികൾക്ക് നല്ല സംസ്കാരം പകർന്നു കൊടുക്കണം. അപ്പോൾ നല്ല സംസ്കാരം പകർന്നു കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ല സംസ്കാരം ഉണ്ടാവണം. അതിന് നല്ല സംസ്കാരത്തെക്കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടാകണം ആദ്യം. അതിനാണ് അറിവുള്ള ആളുകളെ സേവിക്കുന്നത്, ഗുരുക്കന്മാരെ സേവിക്കുന്നത്, വൃദ്ധന്മാരെ സേവിക്കുന്നത്. വൃദ്ധോപാസന അത് തന്നെയാണ് ഗുരു ഉപാസന. അപ്പോൾ നമുക്ക് അറിവ് വളർത്താനുള്ള ഏറ്റവും വലിയ വഴി വൃദ്ധന്മാരെ ഉപാസിക്കുക എന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇവിടെ വൃദ്ധി എന്നാൽ അറിവ് കൊണ്ട് വൃദ്ധി നേടിയവർ ജ്ഞാനവൃദ്ധന്മാർ, തപസ്സുകൊണ്ട് വൃദ്ധി നേടിയവർ, സ്വധർമാനുഷ്ഠാനം കൊണ്ട് വൃദ്ധി നേടിയവർ തപോവൃദ്ധന്മാർ, നല്ല ശീലങ്ങളെ കൊണ്ട് സദാചാരം കൊണ്ട് വൃദ്ധി നേടിയവർ ശീലവൃദ്ധന്മാർ, വയസ്സുകൊണ്ട് വൃദ്ധന്മാർ, വയോവൃദ്ധന്മാർ, ഇങ്ങനെ പലതരം വൃദ്ധന്മാരുണ്ട്. എല്ലാവരെയും പൂജിക്കണം, എല്ലാവരെയും സേവിക്കണം, എല്ലാവരിൽ നിന്നും അറിവ് നേടണം. പലരും ഉച്ചത്തിൽ ചൊല്ലുന്നത് പ്രയാസം തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചൊല്ലാതിരിക്കുക. ആളുകൾക്ക് പ്രയാസം തോന്നുന്നുണ്ട് എന്ന് കണ്ടാൽ നമ്മൾ ചൊല്ലുന്നത് കുറയ്ക്കുക. അത്രയും കലവില കുറയോടെ ഇത്രയും ഉച്ചത്തിൽ ചൊല്ലുന്നവരോട് പതുക്കെ അഭ്യർത്ഥിക്കാം, ഒന്ന് പതുക്കെ ചൊല്ലുവോ. ഞങ്ങൾക്കും ഭഗവാനോട് പലതും പറയാനുണ്ട്, ഞങ്ങൾക്കും പ്രാർത്ഥിക്കാനുണ്ട്. ഒന്ന് മനസ്സിൽ പ്രാർത്ഥിക്കും. പൊതു ഇടങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ തിരക്കുള്ളിടത്ത് നമ്മൾ ഉച്ചത്തിൽ ചൊല്ലാൻ പാടുള്ളതല്ല. ഒന്നിച്ചുകൂടി ഒരു പരിപാടിയായിട്ട് എല്ലാവരും കൂടി ചൊല്ലുന്നുവെങ്കിൽ ചൊല്ലാം. സമഷ്ടി വിഷ്ണു സഹസ്രനാമ യജ്ഞം, സമഷ്ടി ലളിതാ സഹസ്രനാമ യജ്ഞം, സമഷ്ടി ദേവീ മാഹാത്മ്യ തരംഗിണി, സമഷ്ടി നാരായണീയ പാരായണം, സമഷ്ടി ഭാഗവത പാരായണം, ഇങ്ങനെ സമഷ്ടിയായിട്ട് എല്ലാവരും കൂടി ഒരു വഴിപാടായിട്ട് അല്ലെങ്കിൽ ഒരു പരിപാടിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ കൂടി ഒന്നിച്ച് ഒരേ ശബ്ദത്തിൽ ഒരേ ട്യൂണിൽ എല്ലാവരും ചൊല്ലുക. അതല്ല തൊഴാനായിട്ട് തിരക്കിൽ നിൽക്കുമ്പോൾ ഇൻഡിവിജ്വലി ഓരോരുത്തരും പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ മറ്റുള്ളവർക്കത് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. ഈ ബോധം നമുക്കെപ്പോഴും ഉണ്ടാവട്ടെ. പാദ്യാദീനുപകൽപ്യാദ സന്നിധാപ്യ സമാഹിതഃ ഹൃദാദിവികൃതന്യാസോ മൂലമന്ത്രേണ ചാർച്ചയേത്. സമയം പോയതറിഞ്ഞില്ല. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം.
നാളെ കാണാം.